ടിഇഒയുമായി 1 മണിക്കൂറിലധികം സംസാരിച്ചു. ഡിപ്പാർട്ട്മെന്റിൽ നേരിട്ടുള്ള ടെസ്റ്റിൽ റാങ്ക് നേടി പോസ്റ്റിംഗ് ലഭിച്ച വ്യക്തി എന്ന നിലയിൽ അദ്ദേഹം വിദ്യാഭ്യാസ ചട്ടങ്ങളും വകുപ്പുകളും മറ്റും പഠിച്ചു വരുന്നതേയുള്ളൂ. ഒരു ജില്ലയുടെ മേധാവി എന്ന നിലയിൽ അദ്ദേഹത്തിന് ഒട്ടനവധി കാര്യങ്ങൾ ശ്രദ്ധിച്ച് നടപ്പിലാക്കുവാനുമുണ്ട്. സംസാരത്തിൽ കണ്ണൂർ സ്വദേശിയായ പീറ്റക്കണ്ടി സാർ ഒരു ഇടതുപക്ഷാഭിമുഖ്യമുള്ള വ്യക്തിയാണെന്ന് തോന്നി. തന്നോട് അദ്ദേഹം രാഷ്ട്രീയമൊന്നും സംസാരിച്ചില്ലെങ്കിലും ഒരു പുരോഗമനാശയക്കാരനാണെന്ന് മനസ്സിലാക്കാൻ ഒരു പ്രയാസവും നേരിട്ടില്ല. തൻ്റെ നോവലുകളിൽ ചിലതൊക്കെ അദ്ദേഹം വായിച്ചിരിക്കുന്നു. അദ്ദേഹം അത് പറഞ്ഞപ്പോൾ സന്തോഷമായി. സർക്കാരിൻ്റെ ഒരു പുതിയ വിദ്യാഭ്യാസ പദ്ധതി നടപ്പിലാക്കുകയാണ് പരിപാടി. അതിൻ്റെ കാര്യം സംസാരിക്കാനാണ് തന്നെ വിളിപ്പിച്ചത്. കുട്ടികളുടെ സാഹിത്യാഭിരുചി വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി അവരുടെ ആശയങ്ങൾ പ്രകടിപ്പിക്കുവാനും അതിലൂടെ വായനാശീലം വർദ്ധിപ്പിക്കുന്നതിനും ഉതകുന്ന സാഹിത്യവേദിക്ക് ജില്ലയിലെ എല്ലാ സ്കൂളുകളിലും രൂപം കൊടുക്കണമെന്നതാണ് ലക്ഷ്യം. സംഘടനാ തലത്തിൽ ആലോചനായോഗം വിളിച്ചിരുന്നു. അപ്പോഴാണ് താങ്കൾ ഈ ജില്ലയിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് അറിഞ്ഞത്. കേട്ടപ്പോൾ സന്തോഷം തോന്നി. സാഹിത്യവേദിയുടെ ചുക്കാൻ പിടിക്കാൻ ഒരു പ്രമുഖ സാഹിത്യകാരനെ അമരക്കാരനായി ലഭിക്കുക എന്നത് എൻ്റെ ജില്ലയ്ക്ക് തന്നെ ഒരു അഭിമാനമാണല്ലോ. അതുകൊണ്ട് വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ജില്ലാ കൺവീനറായി മാഷ് പ്രവർത്തിക്കുവാൻ സമ്മതിച്ചാൽ കൊള്ളാമായിരുന്നു. ഇതൊരു തുടക്കമാണ്. ഇതിൻ്റെ പ്രവർത്തനത്തിന് പ്രത്യേകം ഫണ്ടൊന്നും ഇപ്പോഴില്ല. ആദ്യം ഓരോ സ്കൂളിലും ഇതിൻ്റെ യൂണിറ്റ് ഉണ്ടാകണം. അതെങ്ങനെ വേണമെന്ന്, ഏത് രീതിയിൽ വേണമെന്ന് സംസ്ഥാനാടിസ്ഥാനത്തിൽ തിരുവനന്തപുരത്ത് അധ്യാപക ഭവനിൽ വെച്ച് ജില്ലാ കൺവീനർമാരുടെ യോഗം ബഹുമാനപ്പെട്ട DPIയും ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയും വിളിക്കുന്നുണ്ട്. മാഷ് അതിൽ പങ്കെടുക്കണം. അതിന് ആദ്യം വേണ്ടത് മാഷിൻ്റെ സമ്മതമാണ്. DO ആദ്യമായി തന്നോട് ആവശ്യപ്പെട്ട ഒരു കാര്യം നിരസിക്കുന്നത് ശരിയല്ലല്ലോ. സമ്മതിച്ചു. ഗവൺമെൻറ് സർക്കുലർ അദ്ദേഹം വായിച്ചു നോക്കുവാൻ തന്നെ ഏൽപ്പിച്ചു. വായിച്ച ശേഷം തിരിച്ചുകൊണ്ട് കൊടുത്തുകൊള്ളാമെന്ന് അറിയിച്ചിട്ട് പിരിഞ്ഞു. അടുത്ത മാസത്തെ ഹെഡ് മാസ്റ്റേഴ്സ് കോൺഫറൻസിൽ പങ്കെടുക്കണമെന്നും DO ആവശ്യപ്പെട്ടു. വിദ്യാഭ്യാസ വകുപ്പ് പ്രസിദ്ധീകരിക്കുന്ന വിദ്യാരംഗം മാസികയുടെ പ്രചാരണം കൂടി ഈ സാഹിത്യവേദി ലക്ഷ്യമിടുന്നതായി സർക്കുലറിൽ നിന്നും വ്യക്തമായി. സ്കൂളുകളിൽ വരുന്ന വിദ്യാരംഗം മാസിക റാപ്പർ പോലും പൊട്ടിക്കാതെ ലൈബ്രറിയുടെ ചവറുമൂലയിൽ കൂടിക്കിടക്കുന്ന കാഴ്ച കൊടുവായൂർ സ്കൂളിൽ വെച്ച് നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. മിക്കവാറും എല്ലാ സ്കൂളിലെ സ്ഥിതിയും ഇതായിരിക്കാനേ സാധ്യതയുള്ളൂ. വിദ്യാരംഗം മാസികയ്ക്ക് അധ്യാപകരെയോ കുട്ടികളെയോ ആകർഷിക്കുവാൻ ഇനിയും ശേഷിയുണ്ടായിട്ടില്ല. അത് വായിക്കാൻ അധ്യാപകർ തയ്യാറാകാത്തത് അവരെ ആകർഷിക്കുന്ന തരത്തിലുള്ള വിഭവങ്ങൾ ആ പ്രസിദ്ധീകരണത്തിൽ വരുന്നില്ല എന്നത് തന്നെ. ഒരു ഡിപ്പാർട്ട്മെൻറ്റ് പ്രസിദ്ധീകരണമെന്ന നിലയിൽ അതിൻ്റെ വരുമാന സ്രോതസ് സ്പെഷ്യൽ ഫീസിൽ നിന്നും അടയ്ക്കുന്ന തുക തന്നെ. അതൊരു ഭീമമായ തുകയാണ്. പക്ഷേ അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഫലം ലഭിക്കാത്തിടത്തോളം കാലം വിദ്യാർത്ഥികളിൽ നിന്നും ഈടാക്കുന്ന തുക ആവിയായി പോവുകയാണല്ലോ. അതിൻ്റെ പേരിൽ കുറച്ച് വ്യക്തികൾ ശമ്പളം പറ്റി ജീവിക്കുന്നു. ഈ മാസികയുടെ പ്രചാരണം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പ്രവർത്തനം ഫലം കണ്ടാൽ നന്നായിരുന്നു. ഗവൺമെൻറ് സർക്കുലർ നന്നായി വായിച്ചതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞത് കുട്ടികളുടെ മാനസിക വളർച്ചയ്ക്ക് പ്രോത്സാഹനം നൽകുന്ന കലാപരിപാടികൾ ആസൂത്രണം ചെയ്യുക, അതൊരു ഉത്സവമാക്കി സംസ്ഥാനാടിസ്ഥാനത്തിൽ സംഘടിപ്പിക്കുകയാണ് ലക്ഷ്യം. നോക്കാം. പാലക്കാട് കൺവീനർ എന്ന നിലയിൽ തിരുവനന്തപുരം അധ്യാപക ഭവനിൽ എത്തിച്ചേർന്ന് തൻ്റെ അഭിപ്രായങ്ങൾ അവതരിപ്പിക്കാനുള്ള അവസരം നഷ്ടപ്പെടുത്തിക്കൂടാ. കാരണം ഈ സംരംഭം ഒരു നല്ല തുടക്കമായിരിക്കും. കലാമത്സരങ്ങൾ യുവജനോത്സവ വേദികളിൽ മാറ്റിവെക്കപ്പെടുന്നുണ്ടല്ലോ. ശരിയാണ്, ഉണ്ട്. പക്ഷേ അത് പൂർണ്ണമായും എത്ര ശരിയുണ്ട്? പൂർണ്ണമായും ശരിക്കുള്ള ഒരു മത്സരമാണോ? അല്ലെന്നാണ് തൻ്റെ അഭിപ്രായം. ചില പരിപാടികൾ മാറ്റി നിർത്തിയാൽ ബാക്കി എല്ലാം ശൂന്യമെന്ന് പറഞ്ഞാൽ അതാകും ശരി. അതൊക്കെ അവരുടെ കാര്യം. തന്നെ ഏൽപ്പിച്ച ജോലി എങ്ങനെ കുറ്റമറ്റതാക്കാം എന്ന് ആലോചിച്ച് ഒരു രൂപരേഖ തയ്യാറാക്കുക. ഫസ്റ്റ് പീരിയഡ് ക്ലാസ് കഴിഞ്ഞ് ബെല്ലടിച്ചപ്പോൾ ക്ലാസ്സിൽ നിന്നും സ്റ്റാഫ് റൂമിലേക്ക് നടക്കുമ്പോൾ PTA പ്രസിഡന്റിൻ്റെ കാർ ഗേറ്റ് കടന്നു വരുന്നത് കണ്ടു. സ്റ്റാഫ് റൂമിലേക്ക് കയറാതെ വരാന്തയിൽ തന്നെ നിന്നു. ഡോർ തുറന്ന പ്രസിഡന്റ് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ചോദിച്ചു, ഇപ്പോൾ ക്ലാസ് ഉണ്ടോ? ഇല്ല, അടുത്ത പീരീഡ് ക്ലാസ് ഉണ്ട്. എന്താ പ്രസിഡന്റ് രാവിലെ? ഹെഡ്മാഷെ ഒന്ന് കാണണമായിരുന്നു. ഗൗരിയെ ഒന്ന് കൊണ്ടുപോകാൻ വേണ്ടി. വീട്ടിൽ ചില അതിഥികളൊക്കെ വന്നിരുന്നു. എൻ്റെ മൂത്ത ബ്രദറും വൈഫും മക്കളുമാണ്. അവരങ്ങ് ഡൽഹിയിലാണ്. അവർക്ക് ഗൗരിയെ ഒന്ന് കാണണം. അവർ ഉച്ചയോടെ പോയിക്കളയും. തൃശ്ശൂരാണ് വൈഫിൻ്റെ വീട്. അവിടെ പോകാൻ ഇറങ്ങിയതാ. ശരി, ടീച്ചർ റൂമിലുണ്ട്. ഞാൻ വരണോ? വേണം. മാഷിങ്ങോട്ട് മാറി താമസിക്കാൻ ആലോചിക്കുന്നുണ്ടോ? ആലോചനയില്ലാതില്ല. സൗകര്യമുള്ളൊരു വീടോ മുറിയോ തിരക്കണം. തിരക്കിറങ്ങിയിട്ടില്ല. ഇന്നലെ എന്നോട് നമ്മുടെ ബാപ്പുട്ടിയാണ് പറഞ്ഞത്. ഒരു കണക്കിന് അതാണ് നല്ലത്. കൊടുവായൂർ ദൂരമുള്ളത് കൊണ്ടല്ല, അടുത്ത താമസമായാൽ കുറച്ചുകൂടി സൗകര്യമായി. ഓ വരട്ടെ, ആലോചിക്കാം. മാഷിൻ്റെ ആഹാരമൊക്കെ സ്വന്തമായി ഉണ്ടാക്കും. നാളെ ഉച്ചയ്ക്ക് നമുക്ക് വീട്ടിലാകാം ആഹാരം. എന്താ? ഓ അങ്ങനെയാട്ടെ. മാഷിൻ്റെ വിവാഹം കഴിഞ്ഞിട്ടില്ല. വേണ്ടെന്ന് വച്ചിരിക്കുകയാണോ? സാഹിത്യകാരന്മാർക്കൊക്കെ ഇത്തരത്തിൽ ചില സുഖക്കേടുകൾ. ഇല്ലില്ല, എനിക്ക് അത്രയും ഒരു സുഖക്കേടുമില്ല. വീട്ടിലെ കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് മതിയെന്ന് തീരുമാനിച്ചു. മാറി താമസിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാനിവിടെ എവിടെയെങ്കിലും നോക്കാം. ആയിക്കോട്ടെ. മധുസൂദനൻ നായർ മകളെയും കൂട്ടി തിരിച്ചു പോയപ്പോൾ കണ്ടില്ല. താൻ ക്ലാസ്സിലായിരുന്നു. 2-3 ദിവസം സാഹിത്യവേദിയുടെ കരട് രൂപം എഴുതി തയ്യാറാക്കലായിരുന്നു.
അത് പൂർത്തിയാക്കി DEOയുടെ അഭിപ്രായത്തിനായി അദ്ദേഹത്തിന് നൽകി. വായിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയാമെന്ന് പറഞ്ഞു. മത്സരങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ നാടൻപാട്ട്, ക്വിസ് പ്രോഗ്രാം, കഥ, കവിത, രചനകൾ, വായിച്ച പുസ്തകങ്ങളുടെ റിവ്യൂ നോട്ട്, ചിത്രരചന, പെൻസിലും പെയിന്റിംഗ്, അക്ഷരശ്ലോകം എന്നിങ്ങനെ സാഹിത്യത്തിന് പ്രാധാന്യം നൽകുന്ന വിഷയങ്ങളിൽ വേണം മത്സരങ്ങൾ നടത്തുവാൻ. സ്കൂളുകളിൽ, സാഹിത്യവേദി ക്ലബ്ബുകളിൽ ആഴ്ചയിൽ ഒരു പീരീഡ് സാഹിത്യ സംവാദങ്ങൾ, സ്വന്തം കവിതയും കഥയും അവതരിപ്പിക്കൽ തുടങ്ങിയവയായിരിക്കണം നടത്തേണ്ടത്. സാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ വേണം സ്കൂൾ മത്സരങ്ങൾ നടത്തേണ്ടത്. തുടർന്ന് ഉപജില്ല, പിന്നെ വിദ്യാഭ്യാസ ജില്ല, തുടർന്ന് റവന്യൂ ജില്ല, പിന്നെ സംസ്ഥാനം. റവന്യൂ ജില്ല മുതലോ ഉപജില്ലാ തലം മുതലോ യുവജനോത്സവം നടത്തുമ്പോൾ അതിനോടൊപ്പം ഒരു ദിവസം സാഹിത്യവേദി മത്സരങ്ങൾക്ക് നീക്കിവയ്ക്കണം. ഹെഡ് മിസ്ട്രസ് വായിച്ചു നോക്കിയിട്ട് ഒന്നും പറയാതെ തിരികെ തന്നു. DEO സമ്മതിക്കുന്ന പക്ഷം അത് സംസ്ഥാന കമ്മിറ്റി കൂടുമ്പോൾ അവതരിപ്പിക്കണം. വിദ്യാഭ്യാസ ജില്ലാടിസ്ഥാനത്തിൽ DEOമാരും അടങ്ങുന്ന വളരെ വിപുലമായ കമ്മിറ്റിയാണ് കൂടുക. അതിൽ നിന്നും ഒരു സ്റ്റേറ്റ് കമ്മിറ്റി രൂപീകരിക്കും. അതിൻ്റെ ഒരു കൺവീനറും മറ്റും ഉണ്ടാകും. അവരാണ് സാഹിത്യവേദിയുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുകയും നിർദ്ദേശങ്ങൾ DPI വഴി നൽകുകയൊക്കെ ചെയ്യുന്നത്. നന്നായി പോകുന്ന പക്ഷം അത് വിദ്യാർത്ഥികളുടെ ഇടയിൽ ചില പുത്തൻ ചലനങ്ങൾക്ക് വഴിവെക്കുമെന്ന് തീർച്ച. പിറ്റേ ദിവസം രാവിലെയുള്ള ഷിഫ്റ്റ് കഴിഞ്ഞ് മധുസൂദനൻ നായരുടെ വീട്ടിലേക്ക് ക്ഷണിച്ചിരിക്കുന്നു. പോകണം. രാവിലെ ഗൗരി തന്നെ കണ്ട് പറഞ്ഞ് ഓർമ്മിപ്പിച്ചു. എനിക്ക് വഴി നല്ല നിശ്ചയം പോരാ ഗൗരി. അതിനെന്താ, എൻ്റെ കൂടെ വരാമല്ലോ. കാർ വരുമ്പോൾ ഞാൻ വിളിക്കാം. ഇന്നാകുമ്പോൾ ചേച്ചിയും വീട്ടിൽ കാണും. ഇന്ന് എൻ്റെ അച്ഛൻ്റെ ബർത്ത്ഡേ ആണ്. ആരോടും പറയുകയും മറ്റുമില്ല. അമ്മയും ഞങ്ങളും കൂടി അമ്പലത്തിൽ പോകും. അച്ഛന് അതുമില്ല. ബർത്ത്ഡേ എന്ന് ആരുടെങ്കിലും പറയുന്നത് പോലെ അച്ഛന് മാനക്കേടാണ്. അതുകൊണ്ട് അറിഞ്ഞ മട്ട് കാണിക്കുകയൊന്നും വേണ്ട. അല്ലെങ്കിൽ വഴക്കും മുഴക്ക് എനിക്കായിരിക്കും. ഉച്ചയ്ക്ക് ഗൗരി വന്ന് വിളിച്ചു. ഗൗരിയോട് പോയിക്കൊള്ളാൻ പറഞ്ഞു. കുട്ടികളൊക്കെ നോക്കി നിൽക്കെ ഗൗരിയുടെ കാറിൽ കയറി പോകുന്നതിൽ ഒരു അപാകത തോന്നി. ക്ലാർക്ക് വസന്തയോട് പ്രസിഡന്റിൻ്റെ വീട്ടിലേക്കുള്ള വഴി ചോദിച്ച് മനസ്സിലാക്കി. അധ്യാപകരോടൊപ്പം ഇറങ്ങി. മാഷെന്താ, കൊടുവായൂർക്കില്ലേ? ഉണ്ട്. എനിക്കിവിടെ ഒരു വീട് നോക്കാനുണ്ട്. സൗകര്യമുള്ള പക്ഷം അതെടുക്കാം. ഈ യാത്ര അങ്ങ് ഒഴിവാക്കാമല്ലോ. ശരി, എന്നാൽ ഞങ്ങൾ നടക്കട്ടെ. ഞാൻ അടുത്ത ബസ്സിലോ മറ്റോ പോയിക്കോളാം. മെല്ലെ നടന്നു. ക്ലാർക്ക് വസന്ത പറഞ്ഞെന്ന് അടുത്താണെന്ന്. അത്രയ്ക്ക് അടുത്തൊന്നുമല്ല. നടന്നപ്പോൾ ഒരു കുട കരുതാമായിരുന്നു എന്ന് തോന്നി. നല്ല തിളയ്ക്കുന്ന വെയിൽ. അകലെ കല്ലടിക്കോടൻ മലനിരകളിൽ മേഘങ്ങൾ മുട്ടിയുരുമുന്നു. വെള്ളി മേഘങ്ങൾ. അപ്പോൾ അടുത്തെങ്ങും മഴയില്ലെന്നർത്ഥം. ഗേറ്റ് തുറന്ന് അകത്ത് കിടക്കുമ്പോൾ ഒരു നായയുടെ ഇടിവെട്ടും പോലെയുള്ള കുര ഒന്നറച്ചു. അപ്പോഴേക്ക് മുൻവാതിൽ തുറന്ന് മധുസൂദനൻ നായർ പൂമുഖത്തെ ഗ്രിൽ വലിച്ചു മാറ്റി അകത്തേക്ക് ക്ഷണിച്ചു. അകത്തേക്ക് നടന്ന് ചുവരിൽ തൂക്കിയിട്ടുള്ള EMSൻ്റെയും AKGയുടെയും മറ്റ് നേതാക്കളുടെയും പടങ്ങളാണ് ശ്രദ്ധയിൽപ്പെട്ടത്. തനി കമ്മ്യൂണിസ്റ്റുകാരൻ്റെ വീട് തന്നെ. ഭയമില്ലാത്ത ഒരു കമ്മ്യൂണിസ്റ്റ് സഖാവ്. ചുമരിനോട് ചേർത്ത് വച്ചിരിക്കുന്ന റാക്കിൽ പാർട്ടി പ്രസിദ്ധീകരണങ്ങളാണ് അധികവും. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ എന്ന EMSൻ്റെ പുസ്തകം ഡിപ്പോയുടെ പുറത്തിരിക്കുന്നു. വായിക്കുന്ന സ്വഭാവം കാണും. മാഷെന്താ നോക്കുന്നേ? ധാരാളം പുസ്തകങ്ങളുണ്ടല്ലോ. അതുപോലെ ചുവരിൽ നിറയെ സഖാക്കൾ നിറഞ്ഞിരിക്കുകയല്ലേ. ഞാൻ മരിക്കുന്നതുവരെ ഇങ്ങനെയായിരിക്കണം. എനിക്ക് 2 പെൺമക്കളല്ലേ. അവൾമാർക്ക് വരുന്ന കെട്ടിയന്മാർ എന്തു വേണമെന്ന് വെച്ചാൽ ചെയ്തോട്ടെ. അങ്ങനെയല്ലേ കരുതാൻ പറ്റൂ. മാഷ് കസേരയിലോട്ടിരിക്കണം. കുടിക്കാനെന്താ? അതാ ഗൗരി എത്തിയല്ലോ. എന്താ മോളെ, നാരങ്ങയോ സംഭാരമോ? സംഭാരമാണച്ചാ. ചേച്ചി പറയുക ബാബു മാഷിന് സംഭാരമാണ് ഇഷ്ടമെന്ന്. അത് കൊള്ളാം. ഏതെങ്കിലും നോവലിൽ എന്തെങ്കിലും എഴുതിയെന്ന് വെച്ച്? എന്താ മാഷേ, ഞാൻ പറഞ്ഞതല്ലേ അതിൻ്റെ ഒരു ശരി. ചിരിച്ചതല്ലാതെ മറുപടി പറയാതെ സംഭാരം വാങ്ങി കുടിച്ച് ഗ്ലാസ് തിരികെ കൊടുത്തു. മോളെ, ആ ഫാനിൻ്റെ സ്പീഡൊന്ന് കൂട്ടിയേ. മാഷ് നന്നായി വിയർക്കുന്നുണ്ടല്ലോ. നടന്നു വന്നതുകൊണ്ടാണോ? ആയിരിക്കണം. നല്ല വെയിലായിരുന്നല്ലോ. ഞാൻ കാറിലേക്ക് വിളിച്ചിട്ട് മാഷ് വന്നില്ല. ഹെഡ് മിസ്ട്രസ് എന്നെ വിളിച്ചു. അതുവരെ കാത്തു നിൽക്കണ്ട എന്ന് കരുതിയാണ് പോകാൻ പറഞ്ഞത്. ഒരു ചെറിയ നുണ പറയേണ്ടി വന്നതിൽ ലേശവും അലോഹ്യം മനസ്സിൽ തോന്നിയില്ല. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞുണ്ടാക്കിയാൽ പിന്നെ അത് മതി. അതുകൊണ്ടാണല്ലോ ഒഴിവാക്കിയത്. മാഷ് വിയർക്കുന്നെങ്കിൽ അപ്പുറത്തെ മുറിയിൽ പോയി ഇരിക്കണം. അവിടെ AC ഉണ്ട്. ചേച്ചി ഇരുന്ന് വായിക്കുന്ന മുറിയാണത്. ചേച്ചി അടുക്കളയിലാണ്. വരണം. വേണ്ട ഗൗരി, ഞാനിവിടെ ഇരുന്നോളാം. മാഷിന് ചോറ് വിളമ്പട്ടെ? ഇവിടെ എല്ലാ പേരും കൂടി ഒരുമിച്ചിരുന്നാണ് കഴിക്കുന്നത്. മാഷിനത് പറ്റില്ലല്ലോ. അതുകൊണ്ട് മാഷിന് ഭക്ഷണം എടുക്കാം. അപ്പോഴാണ് ശാരി പൂമുഖത്തേക്ക് വന്നത്. മോളെ, മാഷിന് ഭക്ഷണം എടുത്തു വയ്ക്കാൻ പറയൂ. അതിനിപ്പോൾ എല്ലാം ടേബിളിൽ കൊണ്ടുവച്ച് 4 ഇലയും നിരത്തി വെച്ചല്ലോ. അമ്മ അതിലൊക്കെ കറികൾ വിളമ്പിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. നമുക്ക് എല്ലാ പേർക്കും കൂടി ഭക്ഷണം കഴിച്ചുകൂടെ? കഴിക്കാമല്ലോ. ഇവിടെ ആർക്ക് വിരോധം? എന്നാൽ പിന്നെ എഴുന്നേൽക്കണം മാഷേ. ഇന്നത്തെ ഊണ് നമുക്ക് എല്ലാവർക്കും കൂടി. ഒരു കാര്യം കൂടി, ഇന്ന് ഇവിടെ മത്സ്യമാംസാദികൾ ഒന്നും ഉണ്ടാവില്ല. മാഷ് അതൊക്കെ ഇല്ലാതെ ഭക്ഷണം തരപ്പെടുമോ? ഞാൻ ഈ മത്സ്യമാംസാദികൾ ഉപയോഗിക്കുന്ന ആളല്ല പ്രസിഡൻറ്റേ. എൻ്റെ പാചകം ഒരു കുപ്പി തൈരിലും മെഴുക്കു പുരട്ടിയിലുമാണ്. മറ്റൊരു പാചകവും എനിക്ക് വശമില്ല. അതും കൂട്ടി നന്നായി ഊണ് കഴിക്കും. രാവിലെ ഒന്നുകിൽ ഒരു ചപ്പാത്തി, അല്ലെങ്കിൽ കഞ്ഞിയും തൈരിൽ മുളക് ഞവടിയിട്ടതും കൂടി കഴിക്കും. പാചകകല അത്രയൊക്കെയേ വശമുള്ളൂ. ഈ മാഷ് കൊള്ളാമല്ലോ. പോകാം.
എല്ലാവരും കൂടി ഊണ് കഴിക്കാനിരുന്നു. സമൃദ്ധമായ ഒരു സദ്യ. പിന്നെ പാലട പ്രഥമൻ. വയറ് നിറയുന്നത് അറിയുന്നില്ല. ചോറ് വിളമ്പിയത് ശാരിയായിരുന്നു. ചോറ് കൂടിപ്പോയി. കളയുന്നത് എങ്ങനെ? മോശമല്ലേ? ഭാര്യ വലിച്ച് ഊണ് കഴിച്ചു. പ്രഥമൻ ഇലയിലൊഴിച്ചാൽ മതിയെന്ന് പറഞ്ഞു. താൻ തന്നെ തവിയിൽ കോരി കുറച്ച് ഒഴിച്ചു. വീണ്ടും പുളിശ്ശേരിക്ക് കുറച്ച് ചോറ് കൂടി ഇടട്ടെ എന്ന് പ്രസിഡന്റിൻ്റെ ഭാര്യ വിനീതാമ്മ ചോദിച്ചെങ്കിലും വേണ്ടെന്ന് പറഞ്ഞതാണ്. അതെ, പറ്റൂല മാഷേ, പുളിശ്ശേരി ഞാനാണ് ഉണ്ടാക്കിയത്. അത് ടേസ്റ്റ് ചെയ്താൽ പറ്റില്ല. കുറച്ച് ചോറ് ചാരി കോരി ഇലയിലിട്ട് കളഞ്ഞു. മടിച്ചില്ല, അതും കഴിച്ചു. വയറങ്ങ് ഫുള്ളായി. ഇല മടക്കി വെച്ചു. മാഷ എഴുന്നേറ്റുള്ളൂ. ഞാൻ പതുക്കെ എഴുന്നേൽക്കൂ. കേട്ടോ, വിനീത മാഷിനൊരു വീട് വേണം താമസിക്കാൻ. സരസുവിന് വല്ലയിടത്തും വീട് വല്ലതും ഒഴിഞ്ഞു കിടപ്പുണ്ടോയെന്ന് അന്വേഷിക്കാൻ പറയണം. അതിനിപ്പോൾ എന്തിനാണെച്ച വീട്? നമ്മുടെ മുകളിലത്തെ ആ മുറി മാഷ്ക്ക് അങ്ങ് കൊടുത്താൽ പോരെ? വെറുതെ ആ 2 മുറികളും അടച്ചിട്ടിരിക്കുകയല്ലേ? ശാരിയുടെ അഭിപ്രായത്തിന് ആരും മറുപടിയൊന്നും പറഞ്ഞില്ലെങ്കിലും താൻ തന്നെ മറുപടി പറഞ്ഞു. ഓ, അതൊന്നും വേണ്ട. ഒരു കുടുംബമായി കഴിയുമ്പോൾ വേണ്ട വേണ്ട. കൈ കഴുകി ടവലിൽ കൈ തുടച്ചുകൊണ്ട് പറഞ്ഞു. പൂമോത്തേക്ക് നടന്ന് ടീപ്പോയിൽ കിടന്ന ദേശാഭിമാനി വാരിക എടുത്തു മറിച്ചു നോക്കി. തൻ്റെ ചെറുകഥ അച്ചടിച്ചു വന്നിരിക്കുന്നത് കണ്ടു. തൻ്റെ കോപ്പി അവർ വീട്ടിലായിരിക്കും അയച്ചിരിക്കുക. താൻ ദേശാഭിമാനി പത്രവും ചിന്തയും പീപ്പിൾസ് ഡെമോക്രസിയുമാണ് വരുത്തുന്നത്. പീപ്പിൾസ് ഡെമോക്രസിയും വീട്ടു അഡ്രസ്സിലാണ് വരുന്നത്. എന്തെങ്കിലും വീട്ടിൽ പോകുമ്പോൾ ചുരുട്ടി ബാഗിനുള്ളിൽ വെച്ച് പാലക്കാട്ടെത്തിയ ശേഷമാണ് വായിക്കുക. കഥ ഞാൻ വായിച്ചു. കൊള്ളാം, നന്നായിരിക്കുന്നു. ഊണ് കഴിഞ്ഞു വന്ന ശാരിയാണ് പറഞ്ഞത്. മാഷിന് വിശ്രമിക്കണോ? എഴുന്നേറ്റ് വരൂ. ഞാനിരുന്ന് വായിക്കുന്ന മുറിയിൽ ഒരു കട്ടിലുണ്ട്. അവിടെ കിടക്കാം. വെയിൽ കുറഞ്ഞിട്ട് കൊടുവായൂരിൽ കൊണ്ടാക്കാൻ ഡ്രൈവറോട് പറയാൻ അച്ഛനോട് പറയാം. വരണം. വേണ്ട, ഞാൻ പോയിക്കോട്ടെ. 2 മണിക്കുള്ള ബസ്സിൽ ഞാൻ പോയിക്കോളാം. പോകണ്ട എന്ന് ആര് പറഞ്ഞു? അച്ഛൻ ഉറങ്ങാൻ പോയാൽ 3 മണിക്കേ എഴുന്നേൽക്കൂ. എഴുന്നേറ്റ് ഒരു താമസ സൗകര്യം ഫിക്സ് ചെയ്തിട്ട് പോയാൽ മതി. നിർബന്ധിക്കരുത്. നിർബന്ധിക്കും. ഞങ്ങളുടെ അതിഥിയായി വീട്ടിൽ വന്നിട്ട് ഒരു ഇരിക്കാടം കണ്ടുപിടിക്കാതെ പോകാൻ പറ്റില്ല. അതൊരു പാർട്ടി സഖാവിൻ്റെ കടമയാണ്. ഞാൻ ചോദിക്കട്ടെ, ഞങ്ങളുടെ വീട്ടിലല്ലേ മാഷിന് താമസിക്കാൻ ബുദ്ധിമുട്ട്? ദാ ആ കാണുന്ന തെക്കിനിയില്ലേ, അതിലൊരു മുറിയുണ്ട്. അതിഥികൾ ആരെങ്കിലും വന്നാൽ കിടക്കാൻ ഉപയോഗിക്കും. നല്ല അടച്ചുറപ്പുണ്ട്. ബാത്റൂം അറ്റാച്ച്ഡാണ്. എന്താ, അത് നോക്കുന്നോ? നോക്കാം. അച്ഛൻ എഴുന്നേറ്റട്ടെ. അച്ഛനോട് പറയാം. ഇപ്പോൾ വരണം. ആ മുറിയിൽ പോയി കിടക്കാം. ഒരു വിരിപ്പെടുത്ത് വിരിക്കാൻ ഗൗരിയോട് പറഞ്ഞിട്ടാണ് വന്നത്. ഞാൻ വരാം. കിടന്നാൽ ഞാൻ ഉറങ്ങിപ്പോകും. അത്രയ്ക്ക് ചോറാണ് വലിച്ചു വാരിത്തുന്നത്. ഉറങ്ങിക്കോണം. ഞാൻ വിളിച്ചുണർത്താം. എന്നും? എന്നെന്നും? എന്താ സംശയമുണ്ടോ? ഉണ്ട്, സംശയമുണ്ട്. എന്നാൽ സംശയിക്കണ്ട. വരൂ, പറയാം. കസേരയിൽ നിന്ന് എഴുന്നേറ്റ് റൂമിലേക്ക് നടന്നു. ശാരി നിർബന്ധിച്ചപ്പോൾ എഴുന്നേറ്റ് കൂടെ ചെന്നു. ഒന്ന് വിശ്രമിക്കണമെന്ന് തനിക്കും തോന്നി. ഏറെ നാളായി വിഭവസമൃദ്ധമായ സദ്യയിൽ പങ്കുകൊണ്ടിട്ട്. കല്യാണത്തിനും മറ്റും പോയാൽ സദ്യ ഒഴിവാക്കാനായിരുന്നു താല്പര്യം. ഊണുപുരയിൽ തള്ളിക്കയറി ഇലകൾക്ക് മുന്നിലെത്താൻ ഒരു ഇഷ്ടക്കേട്. അതുകൊണ്ട് കഴിയുന്നത്ര സദ്യയിൽ പങ്കെടുക്കാറില്ല. കല്യാണമാണെങ്കിൽ ചടങ്ങ് കഴിഞ്ഞാൽ ഭാരവാഹികളോട് പറഞ്ഞിട്ട് സ്ഥലം വിടും. ചിലപ്പോൾ അത് സാധിക്കാറില്ല. ഭാരവാഹികൾ തനിക്ക് വേണ്ടി സീറ്റ് റിസർവ് ചെയ്തിട്ട് കൊണ്ടുപോയി ഇരുത്തും. അങ്ങനെ അപൂർവമായേ നടക്കാറുള്ളൂ. നാട്ടിൽ വെച്ച് കല്യാണത്തിന് ക്ഷണിച്ചാൽ പോകാതിരിക്കില്ല. പോകും. കഴിഞ്ഞ മാസമാണ് തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ കല്യാണം. അതിന് പക്ഷേ സദ്യവട്ടമൊന്നും ഉണ്ടായിരുന്നില്ല. ആനന്ദൻ ഒന്നാന്തരം ഹാസ്യനടനായിരുന്നു. തൻ്റെ സീനിയറായി ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ പഠിച്ചിരുന്നെങ്കിലും ഒരു കലാകാരനെന്ന നിലയിൽ ആനന്ദനെ താനും തൻ്റെ സമപ്രായക്കാരും ഇഷ്ടപ്പെട്ടിരുന്നു. പുതിയകുളങ്ങര താമസിച്ചിരുന്ന ആനന്ദൻ തൻ്റെ വീടിൻ്റെ തൊട്ടടുത്തായിരുന്നു താമസം. ആനന്ദൻ്റെ പിതാവും തൻ്റെ പിതാവും തമ്മിൽ നല്ല സുഹൃത്ത് ബന്ധത്തിലുമായിരുന്നു. ആനന്ദൻ 10ാം സ്റ്റാൻഡേർഡ് പാസ്സായ ശേഷം ഏതെങ്കിലും ഒരു ജോലിക്ക് വേണ്ടി ശ്രമിച്ചിരുന്നു. കോളേജിൽ ചേർന്ന് പഠിക്കുവാനുള്ള സാഹചര്യം ആനന്ദനുണ്ടായിരുന്നില്ല. ഒരു വലിയ അംഗസംഖ്യയുള്ള കുടുംബമായിരുന്നു ആനന്ദൻ്റേത്. അയാൾ സാമാന്യം നന്നായി പാടുമായിരുന്നു. അവർ കുടുംബപരമായി തന്നെ സംഗീതത്തിൽ വാസന സിദ്ധിച്ചവരായിരുന്നു. ആനന്ദൻ അതുകൊണ്ട് കുട്ടിക്കാലം മുതൽ തബല പഠിക്കുവാൻ പോയിരുന്നു. 10ാം തരത്തിലെത്തിയപ്പോൾ അയാളുടെ അരങ്ങേറ്റം കഴിഞ്ഞിരുന്നു. അവർ ഒരു ടീം തന്നെ ഉണ്ടായിരുന്നു. ഗിറ്റാർ വായിക്കുന്ന ചന്ദ്രചൂഡൻ, ഹാർമോണിയം വായിക്കുന്ന സുകുമാരൻ. സുകുമാരൻ്റെ കെയർ ഓഫിൽ ആനന്ദൻ ഒരു കഥാപ്രസംഗത്തിൻ്റെ കൂടെ തബല വായിക്കാൻ കൂടി. അതിനിടയ്ക്ക് ആനന്ദന് ഒരു നാടക ട്രൂപ്പ് ഒത്തുകിട്ടി. ഒരു കുടുംബാസൂത്രണം പ്രചരിപ്പിച്ചിരുന്ന നാടകത്തിന് കേരളത്തിൻ്റെ എല്ലാ പഞ്ചായത്തുകളിലും വില കുറഞ്ഞത് 4 സ്ഥലങ്ങളിൽ അവതരിപ്പിക്കാനുള്ള അനുമതി സർക്കാരിൽ നിന്ന് ലഭിച്ചതോടെ ആനന്ദൻ്റെ ഭാഗ്യനക്ഷത്രം തെളിഞ്ഞു. ഒരു ജില്ലയിൽ നിന്ന് അടുത്ത ജില്ലയിലേക്ക്, അങ്ങനെ ലക്ഷദ്വീപിൽ വരെ നാടകം അവതരിപ്പിക്കാനുള്ള അവസരം. തബലിസ്റ്റായ ആനന്ദൻ കുറച്ച് പരിപാടികൾ കഴിഞ്ഞപ്പോൾ അതിലെ ഹാസ്യനടനായി. ഈ അവസരത്തിലായിരുന്നു അവൻ്റെ കല്യാണം. അവൻ്റെ അമ്മയെ ശുശ്രൂഷിക്കാൻ രാപ്പകൽ ഉളക്കം വിളിച്ചിരിക്കുന്ന ഒരു പെൺകുട്ടി. സ്വന്തം മാതുരൻ്റെ മകൾ തന്നെ. ആർഭാടങ്ങളൊന്നുമില്ലാത്ത ഒരു കല്യാണമായിരുന്നു അത്. ഒരു വിവാഹ ക്ഷണക്കത്ത് പോലെ അടിക്കാതെ കുറച്ചാളുകൾ മാത്രം പങ്കെടുത്ത ഒരു വിവാഹം. അന്ന് ആനന്ദൻ തന്നെ മറന്നില്ല. ഇൻലൻഡ് ലെറ്ററിൽ 4 വരി. ഞാൻ വിവാഹിതനാകാൻ പോകുന്നു. വരണം, തീർച്ചയായും വരണം. അത്രമാത്രം. 2 ദിവസം ലീവ് എടുത്തിട്ട് പോയി. കല്യാണത്തിൽ സംബന്ധിച്ചു.
അന്ന് തോന്നി ഇത് മതി, ഇതാണ് നല്ലത്. 10ഉം 1000 പേരെ വിളിച്ചിട്ട് സദ്യ കൂട്ടിയിട്ട് എന്ത് കാര്യം? മൃഷ്ടാനം വാരി വലിച്ച് കഴിച്ചിട്ട് പുറത്തിറങ്ങി കുറ്റം ചേർത്തു. ഇഞ്ചിക്ക് എരിവ് കൂടുതലായിപ്പോയി, നാരങ്ങയ്ക്ക് പുളിപ്പ് കൂടുതൽ, മാങ്ങ ഉപ്പിലിട്ടത് ഒട്ടും നന്നായില്ല. പോരെ ഈ കുറ്റം പറിച്ചിലെന്തിന്? കല്യാണത്തിന് ക്ഷണിക്കുന്നു, പങ്കുകൊള്ളാൻ സമ്മതമുള്ളവർ വരട്ടെ. ആഹാരം കഴിക്കാൻ വേണ്ടി ആരും വരേണ്ടതില്ല. എത്ര പേർ വരും? നിർബന്ധമില്ല, വരുന്നവർ വന്നാൽ മതി. മാഷിന് എപ്പോഴും ആലോചന തന്നെ. കിടക്കയിലെ വിരിപ്പെടുത്ത് ഒന്നുകൂടി വിരിച്ചിട്ട് ശാരി പറഞ്ഞു. എന്താ ശാരി പറഞ്ഞത്? എന്താണ് ഇത്ര ആലോചനയെന്ന്? അതോ സാഹിത്യകാരന്മാരൊക്കെ ഇങ്ങനെ തന്നെയാ? ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ശാരി, എന്തിനാണിപ്പോൾ കിടക്കുന്നതെന്നാണ് ഇപ്പോഴത്തെ ആലോചന. എൻ്റെ ഷർട്ടൊക്കെ ഉടഞ്ഞു പോകുമല്ലോ. ഞാനങ്ങ് പോയിക്കോട്ടെ. ഉടുക്കാൻ ഞാനൊരു ലുങ്കി അച്ഛൻ്റേത് എടുത്ത് തരട്ടെ. ഇതെന്താ ശാരി, ഞാൻ ഈ സ്കൂളിലൊരു മാഷ് മാത്രമാണ്. ഇത്രയേറെ സ്വാതന്ത്ര്യമൊന്നും എനിക്ക് പാടില്ല. ആരാ പറഞ്ഞത്? ഞങ്ങളുടേതൊരു പാർട്ടി കുടുംബമാണ് മാഷേ. അതിഥികളെ ഞങ്ങൾ ഇങ്ങനെയാണ് സ്വീകരിക്കുന്നത്. കഴിഞ്ഞ മാസം കർഷക സംഘം സംസ്ഥാന സമ്മേളനത്തിനെത്തിയ അന്യ ജില്ലകളിൽ നിന്ന് വന്ന കർഷക സംഘം പ്രതിനിധികളിൽ 4 പേർ ഇവിടെയാണ് 3 ദിവസം താമസിച്ചത്. എല്ലാ പാർട്ടി സഖാക്കളുടെ വീടുകളിലും 2ഉം 3ഉം പേർ താമസിച്ചായിരുന്നു. അതിലെന്താണ് മാഷേ? നാം എല്ലാം ഒരു കുടുംബമല്ലേ, ഒരു പ്രസ്ഥാനത്തിൻ്റെ. അപ്പോൾ എന്നെ ശാരി ഒരു സഖാവാക്കിയോ? അച്ഛൻ അറിഞ്ഞുകൂടെന്ന് വിചാരിച്ചോ? അച്ഛൻ എല്ലാം അന്വേഷിച്ചിട്ടുണ്ടെന്ന് കരുതിക്കോ. അത് ശരി. പിന്നെ എനിക്ക് മാഷയെ പണ്ട് ഇഷ്ടമാണ്. മാഷിൻ്റെ നോവലുകളിലെ പുറകിൽ മാഷിൻ്റെ പടമുണ്ടല്ലോ, അതും എനിക്ക് പണ്ടേ ഇഷ്ടമാണ്. ഏതോ പൂർവ്വജന്മത്തിലെ ബന്ധം പോലെ ഒരു ഇഷ്ടം. ശരി, ഞാൻ ലുങ്കി എടുത്ത് തരട്ടെ, അല്ലെങ്കിൽ പിന്നെ മഹാവൃത്തികേടല്ലേ? ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ഒരു വൃത്തികേടുമില്ല, ഞാൻ പറയട്ടെ. ചേച്ചി ഇതാ അമ്മ വിളിക്കുന്നു. ഗൗരിയാണ്. ഞാനിപ്പോൾ വന്നേക്കാം. ശാരി പുറത്തേക്ക് നടന്നു. അല്ല, ഓടി. ഈ പെൺകുട്ടി എന്തിനാണ് ഇത്ര സ്വാതന്ത്ര്യം തന്നോട് കാണിക്കുന്നത്? കൂടിയാൽ 1 മാസത്തെ പരിചയമല്ലേ ഞാനും ഈ കുടുംബവുമായിട്ടുള്ളൂ. പാർട്ടിയിൽപ്പെട്ട ആളാണ്. അതുകൊണ്ടാണോ എല്ലാം PTA പ്രസിഡന്റ് അന്വേഷിച്ചു എന്നല്ലേ പറയുന്നത്? അത് ശരിയാകാൻ സാധ്യതയുണ്ട്. KGTA മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുന്നു. KGTA ഫ്രാക്ഷനിൽ അംഗമായി പ്രവർത്തിക്കുന്നു. ഇതെല്ലാം പാർട്ടി ഓഫീസിൽ നിന്നും അറിയാൻ ഒരു ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർക്ക് മറ്റാരുടെയും ഒത്താശ വേണ്ടല്ലോ. KGTA ഫ്രാക്ഷൻ്റെ ചാർജ് മറ്റൊരു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ യതീന്ദ്രൻ സഖാവിനാണല്ലോ. അതറിഞ്ഞുകൊണ്ടുള്ള സ്വാതന്ത്ര്യമായിരിക്കുമോ? എന്നാലും ഈ കുട്ടിക്ക് ഇത്രയ്ക്ക് താല്പര്യം വരാൻ? മാഷേ, ദേ ഉറങ്ങിയോ? ഇല്ലല്ലോ. ദേ ഇത്തിരി കൂടി പ്രഥമം കഴിക്കുന്നോ? ഇത് കൊണ്ട് തരാൻ പറയാനാണ് അമ്മ വിളിപ്പിച്ചത്. ദാ കുടിക്ക്, ഇത്തിരിയേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ തന്നെ വയർ ഫുള്ളാണ്. വേണ്ട ശാരി, വയറ്റിൽ തീരെ സ്ഥലമില്ല. സ്ഥലമൊക്കെ ഉണ്ടാകും. ഇത് കുടിച്ച് കഴിയുമ്പോൾ ഉറക്കം വരും. ദാ ലുങ്കിയെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് കുടിച്ച് ആ വാഷ് ബേസിനിൽ പോയി വാ കഴുകിയിട്ട് മതി ലുങ്കി മാറ്റി കൊടുക്കുന്നത്. മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും ഗ്ലാസ് വാങ്ങി പകുതിയോളം കുടിക്കാൻ വളരെ പ്രയാസപ്പെട്ടു. നേരെ വാഷ് ബേസിനടുത്തേക്ക് നടന്നു. എന്ത് ചെയ്യാൻ പോന്നു? കളയാന ഭാവം? എനിക്ക് വേണ്ടാഞ്ഞിട്ടാണ്. വാഷ് ബേസിനിൽ ഒഴിക്കേണ്ട, ഗ്ലാസ് ഇങ്ങ് തന്നേക്കൂ. ഗ്ലാസ് കയ്യിൽ കൊടുത്തിട്ട് വാഷ് ബേസിനെത്തി വാ കഴുകി തിരിഞ്ഞു നോക്കുമ്പോൾ ഗ്ലാസ്സിൽ ശേഷിച്ച പ്രഥമൻ ശാരി മെല്ലെ കുടിക്കുന്നതാണ് കണ്ടത്. നല്ല പായസമാണ് മാഷേ, കളയാൻ തോന്നുന്നില്ല. ഞാൻ കുടിച്ചതിൻ്റെ ബാക്കിയൊക്കെ കുടിക്കുക എന്ന് വെച്ചാൽ അറിയാമോ? എന്തറിയാൻ? ഞങ്ങൾ എല്ലാ പേരോടും വളരെ സോഷ്യലായി ഇടപെടുന്നവരാണ് മാഷേ. അതുകൊണ്ട് മാഷ് വിചാരിക്കുന്ന അർത്ഥമൊന്നും ഇതിനില്ല. അഥവാ ഉണ്ടെന്ന് തന്നെ ഇരിക്കട്ടെ. എനിക്കത് ഇഷ്ടമാണെങ്കിലോ? ഇഷ്ടം പായസത്തിനോടോ അതോ അത് കുടിച്ച് ബാക്കി വെച്ച ആളിനോട്? എനിക്ക് മാഷിനെ മുമ്പേ അറിയും. കണ്ടിട്ടില്ല, സംസാരിച്ചിട്ടില്ല. കൊടുവായൂർ സ്കൂളിലാണ് ഈ ആൾ പഠിക്കുന്നതെന്നും അച്ഛൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അന്നു മുതലേ ഒന്ന് കാണാനും സംസാരിക്കാനും ഒക്കെ ആഗ്രഹിച്ചിരുന്നു. ഒരു ദിവസം അവിടുത്തെ ഹെഡ് മാസ്റ്ററെ കാണാൻ അച്ഛൻ വന്നപ്പോൾ ഞാനും അച്ഛനോടൊപ്പം കൂടിയതാ, ഒന്ന് കാണാൻ, സംസാരിക്കാൻ. അന്ന് ആ ദിവസം മാഷ് സ്ഥലത്തില്ലായിരുന്നു. കാണാനും കഴിഞ്ഞില്ല. എന്നാൽ എന്തെങ്കിലും തമ്മിൽ കാണുക തന്നെ ചെയ്യുമെന്ന് എൻ്റെ മനസ്സ് മന്ത്രിച്ചുകൊണ്ടിരുന്നു. ഇതാ ഇന്ന് എനിക്ക് ഈ ആളിനെ കാണാനും സംസാരിക്കാനും ഒക്കെ കഴിഞ്ഞു. ഞാനൊന്നും അറിയാതെ വേണമായിരുന്നു. മാഷിൻ്റെ ഫാനാണ് ഞാൻ, ഒരുപക്ഷെ അതിനേക്കാൾ ഉപരി. ശാരി പായസ ഗ്ലാസ് വാഷ് ബേസിനിൽ കഴുകിയിട്ട് പറഞ്ഞു. ദാ ആ ലുങ്കി എടുത്ത് കൊടുത്തിട്ട് 1 മണിക്കൂർ ഒന്ന് ഉറങ്ങാൻ നോക്കൂ. ഉച്ചയിറക്കം പതിവില്ല. പതിവുണ്ടാകണം. പല പതിവുകളും ഞാനുണ്ടല്ലോ, ഞാൻ ഉണ്ടാക്കും. അപ്പോൾ അങ്ങനെയാകട്ടെ. ഈ മുറി ശാരിയാണോ ഉപയോഗിക്കുന്നത്? അതേലോ. വായിക്കാനും എഴുതാനും ചിലപ്പോൾ ഉറങ്ങാനും. അത്ര തന്നെ. എൻ്റെ ബെഡ്റൂം അപ്പുറത്താണ്. കാണണോ? ഞാനും അനിയത്തിയും കൂടിയാണ് ഉറങ്ങുന്നത്. ഒരുപാട് വിശേഷങ്ങൾ അറിഞ്ഞു. അറിയേണ്ട ഒരു വിശേഷം അറിഞ്ഞില്ല. ഞാൻ പറഞ്ഞിട്ടുമില്ല. ഉറക്കമില്ലെങ്കിൽ ഞാൻ ഇപ്പോൾ വരാം. ഈ ഗ്ലാസ് പ്രഥമൻ അമ്മ എനിക്ക് തന്നതാണ്. കുറച്ചെങ്കിലും മാഷെ കൊണ്ട് കുടിപ്പിക്കണമെന്ന് എനിക്ക് തോന്നി. ഞാനിതാ എത്തി. അവൾ പോയി ഒരു വലിയ കോളേജ് നോട്ട് ബുക്കുമായിട്ടാണ് ശാരി വന്നത്. നോക്കൂ മാഷേ, ഇത് മാഷിൻ്റെ നിലപാട് എന്ന പുസ്തകത്തിൻ്റെ ഇംഗ്ലീഷ് വിവർത്തനമാണ്. എനിക്ക് വിവർത്തനം ചെയ്യാൻ ഇഷ്ടമാണ്. അതിന് ഞാൻ തിരഞ്ഞെടുത്തത് മാഷിൻ്റെ പുസ്തകമായിരുന്നു. ആരും പറഞ്ഞിട്ടൊന്നുമല്ല. 1 വർഷമായി ഞാനിത് തുടങ്ങിയിട്ട്. കോളേജിൽ പോയിട്ട് ഒഴിവുള്ള സമയങ്ങളിൽ തോന്നിയ ഒരു വിനോദം.
രചയിതാവിൻ്റെ അനുവാദമില്ലാതെ പ്രസിദ്ധീകരിക്കാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. പക്ഷേ ഇത് പ്രസിദ്ധീകരിക്കാനൊന്നും ആയിരുന്നില്ല. ഞാൻ പണ്ടെങ്ങോ വായിച്ച ഒരു കവിതാ സമാഹാരത്തിൽ ഒരു കവയിത്രിയെക്കുറിച്ച് ഉള്ള ഒരു കുറിപ്പ് വായിക്കാനിടയായി. കേരളത്തിൽ ജനിച്ച് ഇംഗ്ലീഷ്, സംസ്കൃതം, മലയാളം എന്നീ ഭാഷകളിൽ ബിരുദാനന്തര ബിരുദം നേടി അവസാനം അവർ മനഃശാസ്ത്രത്തിലും PG എടുത്തു. ദ ഹവാൻ ഇൻ്റർനാഷണൽ എന്ന ലോക പ്രശസ്തമായ ഒരു സാഹിത്യ കൂട്ടായ്മ സ്ഥാപിച്ചിട്ടുള്ള ഒരു വനിത അമ്മാനുവേൽ മെറ്റിൽസ്. അവർക്ക് ഒട്ടേറെ പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട്. അത് വായിച്ചപ്പോൾ എനിക്ക് തോന്നി ഒരു മലയാളം നോവൽ ഇംഗ്ലീഷിലേക്ക് ഒന്ന് പരിഭാഷപ്പെടുത്തിയാലോ എന്ന്. അന്ന് ഞാൻ കണ്ടെത്തിയ നോവൽ നിലപാടായിരുന്നു. ആ വർഷം മാഷിൻ്റെ ആ നോവലിന് ഒരു അവാർഡും ലഭിച്ചതായി പത്രത്തിൽ വായിച്ചു. പിന്നെ തിരിഞ്ഞു നോക്കിയില്ല. സ്വന്തമായി മാഷിൻ്റെ കിട്ടാവുന്ന പുസ്തകങ്ങളൊക്കെ അച്ഛനോട് പറഞ്ഞ് വാങ്ങി വെച്ചിട്ട് വിവർത്തനം ആരംഭിച്ചു. തീർത്തു വെച്ചിട്ട് കുറേ നാളായി. ഇങ്ങനൊരു കൂടിക്കാഴ്ച ഉണ്ടാവുമോ, നമ്മൾ തമ്മിൽ ഹൃദയം തുറന്ന് ഇങ്ങനെ സംസാരിക്കുമോ ഒന്നും കരുതിയില്ല. ആശയമുണ്ടായിരുന്നു, അഭിലാഷങ്ങളും. അതിപ്പോൾ മിഥ്യയല്ലെന്ന് ബോധ്യമായി. മാഷ് ഇതൊന്ന് വായിച്ചു നോക്കുമോ എന്നല്ല, നോക്കണം. കൈ നീട്ടിയേ ഇതൊന്ന് വാങ്ങിച്ചേ. ഇതെൻ്റെ ഹൃദയമാണ്. എൻ്റെ ഹൃദയം കൊണ്ടാണ് ഞാൻ ഈ നോവൽ ഇംഗ്ലീഷിലാക്കിയത്. മാഷിന് ഇഷ്ടപ്പെട്ടാൽ നമുക്കിത് പബ്ലിഷ് ചെയ്യാം. മാഷേ, 2 കൈ നീട്ടി വാങ്ങിക്കും മാഷേ. ഇത് വായിച്ചു നോക്കി നല്ലതെന്ന് തോന്നുമെങ്കിൽ. ആർക്കെ നാരായണനെ പോലെ, വസുന്ധരയെ പോലെ ഒരു ഇംഗ്ലീഷ് സാഹിത്യകാരനായി മാറും. എന്നാൽ എനിക്കെന്ത് തരും? എന്തും തരും എന്നുവെച്ചാൽ ഈ പുസ്തകത്തിൽ തൻ്റെ ഹൃദയത്താളുകൾ ഉണ്ടെങ്കിൽ, അത് എനിക്കായിട്ടുള്ളതാണെങ്കിൽ, ആ ഹൃദയത്തിന് പകരം ഞാൻ എൻ്റെ ഹൃദയം തരും. സത്യമേ പറയൂ. എൻ്റെ കയ്യിലടിച്ച് സത്യം ചെയ്യണം. അതെന്തിന്? എൻ്റെ ഇഷ്ടം അറിയിക്കാൻ. ഈ വിരലുകളിൽ സ്പന്ദിക്കുന്നത് നിലപാടിലെ ഉമയോ ചന്ദ്രികയോ എന്നറിയാൻ. സത്യം. അവൾ പിന്നീടൊന്നും പറയാതെ പോയി കളഞ്ഞു. നോട്ട്ബുക്കിൽ എഴുതിയിരിക്കുന്നത് ഒരു പേജ് വായിച്ചു നോക്കിയപ്പോൾ സന്തോഷം തോന്നി. നല്ല ശൈലി, നല്ല ഒഴുക്കുള്ള പ്രയോഗം. ഇരിക്കട്ടെ, മുഴുവൻ വായിക്കണം. എന്നാലും ആ കുട്ടിക്ക് ഇത് തോന്നിയല്ലോ. നല്ല കാര്യമല്ലേ? നല്ലതാണെങ്കിൽ ഇംഗ്ലീഷ് പുസ്തക പ്രസിദ്ധീകരണശാലക്കാരെ സമീപിക്കണം. മാഷേ, ബാബു മാഷേ, ഗൗരി വന്ന് വിളിച്ചു. അച്ഛൻ എഴുന്നേറ്റു. വിളിക്കുന്നു. ശരി, വരുന്നു. വാച്ച് നോക്കി മണി 3 കഴിഞ്ഞിരിക്കുന്നു. ഇനി അധികം വൈകാതെ പോയി കളയാം. അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഷിഫ്റ്റ് കഴിഞ്ഞെത്തുന്ന അധ്യാപക സുഹൃത്തുക്കളിൽ ആരെങ്കിലും കണ്ടെന്ന് വരും. പിന്നെ ചോദ്യമായി ഉത്തരമായി, ഊഹമായി ഊഹിക്കലായി. എന്തിന്? തൊന്തരവിനൊക്കെ പോകണം. വേഗം വീട്ടിലെത്താം. ഇനി ബസ് എപ്പോഴും ഉണ്ടോ എന്തോ? ഉച്ച ഷിഫ്റ്റ് കഴിഞ്ഞെത്തുന്ന സമയം ഒരു ബസ്സുണ്ട്. അതിലാണ് ഉച്ചയ്ക്ക് ഷിഫ്റ്റിൽ വരുമ്പോൾ പോകാറ്. നോക്കാം, നേരത്തെ ഏതെങ്കിലും വണ്ടി കിട്ടുമെങ്കിൽ ഉപകാരമായി. മാഷ് ഇറങ്ങാറായോ? ഇറങ്ങുകയാണ്. ഇത്തിരി ഒന്ന് വിശ്രമിച്ചു. കണ്ടിട്ട് പോകാമെന്ന് കരുതി. ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞാൽ ഞാനൊന്ന് മയങ്ങും മാഷേ. പാർട്ടി പരിപാടി വല്ലതും ഉണ്ടെങ്കിലേ അതിന് മുടക്കമുണ്ടാവാറുള്ളൂ. ഞാൻ പാലക്കാട്ടേക്കാണ്. 4:30 ജില്ലാ കമ്മിറ്റി. അതിന് പോയല്ലേ തീരൂ. മാഷ് ഇറങ്ങാറായെങ്കിൽ വരൂ, ഞാൻ കൊടുവായൂരാക്കാം. ശാരി അകത്തുനിന്ന് ഇറങ്ങി വന്നു. കൂടെ ഗൗരിയും അവളുടെ അമ്മയുമുണ്ട്. അച്ഛാ, മാഷിൻ്റെ താമസം മാറുന്ന കാര്യം ശാരി അച്ഛനെ ഓർമ്മിപ്പിച്ചു. അതിനിപ്പോൾ നമുക്ക് അന്വേഷിക്കാം മോളെ. നമ്മുടെ ഔട്ട് ഹൗസിലെ ആ മുറി നമുക്ക് മാഷിന് കൊടുക്കരുതോ? എനിക്ക് വിരോധമൊന്നുമില്ല. അത് ചുമ്മാ അടച്ചിട്ടിരിക്കുകയല്ലേ. മുറി തുറന്ന് മാഷെ കാണിച്ചു കൊടുക്ക്. സൗകര്യപ്പെട്ടാൽ മാഷ്ക്ക് ഒരു ട്രാൻസ്ഫർ ഉണ്ടാവുന്നതുവരെ താമസിക്കാം. എന്നാൽ മാഷ് മുറിയൊക്കെ കണ്ടിട്ട് ഇറങ്ങിയാൽ മതി. ഞാൻ പോകുന്നു. താമസിച്ചാൽ ശരിപ്പെട്ടില്ല. ഞാനുമുണ്ട്. മുറി സാറും കൂടെ ഉള്ളപ്പോൾ വന്ന് കണ്ടുകൊള്ളാം. അത് വേണ്ട, മുറി തുറന്ന് കണ്ടിട്ട് പോയാൽ മതിയെന്നേ. അച്ഛൻ പോയിക്കോണം. മാഷ് ബസ്സിൽ പോയിക്കോളും. ഇവിടം വരെ വന്ന സ്ഥിതിക്ക് മുറിയൊന്ന് തുറന്ന് കണ്ടിട്ട് പോകുന്നതിൽ എന്താ തെറ്റ്? എന്നാൽ നിൻ്റെ ഇഷ്ടം നടക്കട്ടെ. ഞാൻ പോകുന്നു. മാഷേ, ചായ കുടിച്ചിട്ടേ പോകാവൂ. ഒന്നും മിണ്ടിയില്ല. ഇവിടെയെല്ലാം മൂത്ത മോളാണ് തീരുമാനിക്കുന്നതെന്ന് തോന്നുന്നു. തൻ്റെ യാത്ര വൈകിട്ട് എന്നും പോകുന്ന ബസ്സിലായി പോകുമെന്ന് തോന്നുന്നു. മധുസൂദനൻ നായർ കാറിൽ കയറി. കാർ മുന്നോട്ട് നീങ്ങി. ശാരി അകത്ത് പോയി ഔട്ട് ഹൗസിൻ്റെ താക്കോലുമായി വന്നു. വരണം മാഷേ. ഇരുവരും ഔട്ട് ഹൗസിലേക്ക് നടന്നു. ഔട്ട് ഹൗസിൻ്റെ തൊട്ടു പിന്നിൽ തൊഴുത്താണ്. അവിടെ പോത്തും മൂരികളും പശുക്കളും നിൽക്കുന്നു. അഴിയടിച്ച തൊഴുത്തിൻ്റെ വേർതിരിക്കുന്നത് കളപ്പുരയിലാണ്. തുടർന്ന് നെല്ലറ. അതിന് വലതുവശത്താണ് ഔട്ട് ഹൗസിൻ്റെ മുറി. മുൻവശം ചെറിയ വരാന്ത. അകത്ത് ഒറ്റമുറി. അതൊരു ഹാൾ പോലെയേ തോന്നൂ. ബാത്റൂം, അറ്റാച്ച്ഡ് റൂം, പൈപ്പ് കണക്ഷൻ, വൈദ്യുതി, ഫാൻ എല്ലാം ഉണ്ട്. മേശ, കസേര, കട്ടിൽ ഇവയൊന്നുമില്ലാത്ത നല്ല സൗകര്യമുള്ള മുറി തന്നെ. മുറി നിറച്ച് പൊടിയാണ്. ആരും താമസിക്കാത്തത് കൊണ്ടായിരിക്കും. മുറിയുടെ വലതുവശത്ത് ചരിച്ചിറക്കിയ ആസ്പെറ്റോസ് ഷെഡിൽ അവരുടെ ട്രാക്ടർ കിടക്കുന്നു. എന്താ മാഷേ, മുറി ഇഷ്ടമായോ? ഇഷ്ടക്കേടൊന്നുമില്ല. അതൊക്കെ ഞാൻ സരസുവിനെ കൊണ്ട് അടിച്ചുവാരി തറയൊക്കെ തുടച്ച് വൃത്തിയാക്കാം. മാഷ്ക്ക് ഇഷ്ടപ്പെട്ടോ? ഞാൻ താമസിക്കുന്ന റൂമിനേക്കാൾ സൗകര്യമുണ്ട്. വാടകയെക്കുറിച്ച്? വേലിക്കലുകാർക്ക് ഈ കൊച്ചുമുറിയുടെ വാടക കൊണ്ട് എന്താവാൻ? മേശയും കസേരയും കട്ടിലും ഞാൻ തൽക്കാലം തരാം. ഞാനിരുന്ന് വായിക്കുന്ന മുറിയിലെ മേശയും കസേരയും കട്ടിലുമൊക്കെ ഞാൻ തരാം. അതോ മാഷ്ക്ക് വല്ലതും ഉണ്ടോ? ഇല്ലില്ല, എനിക്ക് സ്വന്തമായിട്ടൊന്നുമില്ല. റൂമിൽ കട്ടിലും മേശയുമൊക്കെ ഉള്ളതായിരുന്നു. മാറുന്നെങ്കിൽ 2 പെട്ടിയും 2 സ്റ്റൗ 2-3 ചെറിയ കന്നാസ്, ഇതൊക്കെ തന്നെ സമ്പാദ്യം.
എനിക്ക് ഈ മുറി അത്ര കണ്ട് ഇഷ്ടപ്പെട്ടതൊന്നുമില്ല. മാഷ് ഞങ്ങളുടെ രണ്ടാമത്തെ നിലയുള്ള ഒരു മുറിയിൽ കഴിയണമെന്നാണ് എൻ്റെ ആഗ്രഹം. ശാരി പറഞ്ഞു. വേണ്ട, ഞാൻ മാറുന്നെങ്കിൽ എനിക്ക് ഈ മുറി തന്നെ ധാരാളം. ശരി, എന്നാൽ എന്ന് മാറുന്നു എന്ന് അച്ഛനോട് പറഞ്ഞാൽ മതി. ഞാൻ തന്ന ആ ബുക്ക് വായിച്ചു നോക്കി അഭിപ്രായം പറയണേ. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ? അനുവാദമുണ്ടെങ്കിൽ പറയാം. പറയട്ടെ? പറയൂ, എന്താണ്? ഈ മാഷെ എനിക്ക് വേണം. എനിക്ക് മാത്രമായി എന്നും കാണാൻ. അതെ, കണി കാണാൻ. ഇഷ്ടമാകുമോ? എന്താണ് ശാരി, തന്നെ ആരാണ് ഇഷ്ടപ്പെടാത്തത്? ഈ ഹൃദയം തുറന്നു വെച്ച സംസാരം ആരാണ് ഇഷ്ടപ്പെടാത്തത്? പക്ഷെ ഒരു കാര്യം, എന്നെക്കുറിച്ച് ഒന്നും അറിയാതെ, ഒന്നും ചോദിക്കാതെ ഒരു എഴുത്തുകാരനോടുള്ള പ്രതിപത്തി, അതാണോ ജീവിതം? ശാരി മരണം വരെ ഒരുമിച്ച് ജീവിക്കാൻ രണ്ട് മനുഷ്യാത്മാക്കൾ തീരുമാനിക്കുന്നതിന് മുൻപ് അവരിരുവരും പരസ്പരം മനസ്സിലാക്കിയിരിക്കേണ്ടതല്ലേ? ഓ, ഞാൻ ഇത്തരം പഴഞ്ചൻ പുരാണങ്ങളിലൊന്നും വിശ്വസിക്കുന്നില്ല. എനിക്കിഷ്ടപ്പെട്ട ആളിനോട് ഞാൻ എൻ്റെ സ്നേഹം പങ്കിടും. ഇഷ്ടമാണെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് മരണം വരെ ജീവിക്കും. അതാണ് മാഷേ എൻ്റെ ഫിലോസഫി. ഇവിടെ ഞാൻ ഇഷ്ടപ്പെടുന്ന പുരുഷൻ്റെ ജാതിയോ മതമോ വർഗമോ ഫാമിലിയെക്കുറിച്ച് പോലുമോ അന്വേഷിക്കേണ്ടതില്ലെന്നാണ് എൻ്റെ ധാരണ. എൻ്റെ അച്ഛനും അതിൽ നിന്നും ഒട്ടും വ്യത്യസ്തനല്ല. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പുരുഷനെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം അച്ഛനും അമ്മയും എനിക്ക് തന്നിട്ടുണ്ട്. കാരണം എന്താണെന്നോ? അവർക്കറിയാം ഞങ്ങൾ ഒരിക്കലും തെറ്റായ വഴിയിലൂടെ സഞ്ചരിക്കില്ലെന്ന്. മാഷ് നേരിട്ട് കണ്ടതല്ലേ എനിക്ക് എൻ്റെ രക്ഷാകർത്താക്കൾ തന്നിട്ടുള്ള സ്വാതന്ത്ര്യം. അത് ഈ കുടുംബത്തിൻ്റെ പ്രത്യേകതയാണ്. ഞങ്ങൾ വിശ്വസിക്കുന്ന പാർട്ടിയുടെ ചിട്ടയാണ്. ശരി മാഷേ, ഞാൻ ബോറടിപ്പിക്കുന്നതെന്ന് തോന്നുന്നുണ്ടോ? ദോഷം പറഞ്ഞുകൂടാ. ഉണ്ട്, നന്നായി ബോറടിക്കുന്നുണ്ട്. അപ്പോൾ ശരി, ഞാൻ ഈ ഔട്ട് ഹൗസിലെ മുറി കണ്ടു, തൃപ്തിയായി. ഇനി ഞാൻ നിൽക്കുന്നില്ല. എൻ്റെ ബസ് പോയാൽ കൊടുവായൂർ വരെ നടക്കേണ്ടി വരും. അല്ലെങ്കിൽ ഇന്ന് പോകാതിരുന്നുകൂടെ? അവിടെ ആരും കാത്തിരിക്കാനും മറ്റുമില്ലല്ലോ. ഇന്നിവിടെ ഈ വീട്ടിൽ എൻ്റെ വായന മുറിയിലെ കട്ടിലിൽ കിടന്നുറങ്ങുന്നു. ഞാൻ അമ്മയോട് പറയട്ടെ? പറയും. എൻ്റെ മാഷിന്ന് പോകുന്നില്ല. ഞാൻ പറയും. അയ്യോ വേണ്ട വേണ്ട, അമ്മയോട് പറഞ്ഞേക്കൂ. വേണ്ട മാഷേ, ഇന്നിനി പോകണ്ട. അമ്മേ അമ്മേ, മാഷിന്ന് പോകുന്നില്ല. ഷർട്ടും മുണ്ടും അഴുക്കാകാതെ ഊരി ഹാങ്കറിൽ തൂക്കിയിട്ട് ഞാൻ തന്ന ലുങ്കി എടുത്തെടുത്തോളൂ. അയ്യോ അത് പറ്റില്ല, ഇനിയൊരിക്കലാകാം. അതിനെന്താ മാഷേ, സ്വന്തം വീടാണെന്ന് കരുതിക്കൂടെ? മാഷ് ഔട്ട് ഹൗസിലൊന്നും താമസിക്കേണ്ട. മുകളിലത്തെ നിലയിലെ ഒരു മുറിയിൽ താമസിക്കുന്നതാണ് നല്ലത്. നാളെ ശാരി ഹോസ്റ്റലിൽ പോയി കഴിഞ്ഞാൽ ഞാനും ശാരിയുടെ അച്ഛനും ഗൗരിയും മാത്രമല്ലേ ഉള്ളൂ. മാഷ് ഇവിടെ താമസിക്കുന്നത് ആൾക്കൊരു കൂട്ടുമാകും. വിനീതമ്മ ഒരു മൂത്ത മകനോടെന്ന പോലെയാണ്. മാഷേ, ആഹാരമൊന്നും പാചകം ചെയ്യണ്ട, ഇവിടെ നിന്ന് കഴിക്കാമല്ലോ. എന്തിന് ഹോട്ടലിലും മറ്റും പോകുന്നു? വിനീതമ്മ കാര്യമായി സംസാരിച്ചിരിക്കുമ്പോൾ ഫോൺ ബെല്ലടിച്ചുകൊണ്ട് അകത്തേക്ക് പോയി. അപ്പോൾ നമുക്ക് എൻ്റെ മുറിയിലേക്ക് പോകാം. വരൂ. നേരത്തെ ഇരുന്ന വായന മുറിയല്ല എൻ്റെ ബെഡ്റൂം. അവിടെയാണ് ഞാനും ഗൗരി ഉറങ്ങുന്നത്. ഇതുവരെ വന്ന സ്ഥിതിക്ക് എൻ്റെ ഹൃദയം തൊട്ടറിയുന്ന അറിഞ്ഞ ആളിന് എൻ്റെ ബെഡ്റൂം ഒന്ന് കാണുന്നതുകൊണ്ട് വിരോധമില്ലല്ലോ. ഇനിയൊരിക്കലാകാം ശരി. ഞാൻ ഇയാളെ മനസ്സിലാക്കുന്നു. എന്നെ ജീവനോടെ കാണാതെ ഒരു തരത്തിലും ബന്ധപ്പെടാതെ എന്നെ ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയെ ഞാൻ എന്തു പറഞ്ഞാണ് വിശേഷിപ്പിക്കേണ്ടത്? ഞാൻ ഇനിയും വരും നിൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ ഇയാളെ വിവാഹം കഴിക്കാൻ തയ്യാറാണെന്ന് വേണ്ടപ്പെട്ടവരോട് പറയും. അതല്ല അതിൻ്റെ ശരി. നമുക്കിനിയും കാണാം. ഇപ്പോൾ ഞാൻ പോകുന്നു. ഈ ബുക്ക് ഞാൻ വായിച്ചു നോക്കട്ടെ. ഒരു പേജൊന്ന് ഓടിച്ച് വായിച്ചു നോക്കിയപ്പോൾ കൊള്ളാമെന്ന് തോന്നി. അതേ ശാരി, നമുക്കൊരുമിച്ച് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. എന്നാൽ ശരി, മാഷ് പോയിക്കോളൂ. എൻ്റെ ആഗ്രഹം കൊണ്ട് ഞാൻ പറഞ്ഞതാണ്. എന്താഗ്രഹം? കാണാനുള്ള ആഗ്രഹം, കണ്ടുകൊണ്ടേ ഇരിക്കാനുള്ള ആഗ്രഹം. അതെന്താണെന്ന് എനിക്കറിയുന്നില്ല. മാഷ് സുന്ദരനായതുകൊണ്ടാണോ, സാഹിത്യകാരനായതുകൊണ്ടാണോ, ഒരു കമ്മ്യൂണിസ്റ്റ് പ്രതിഭ ആയതുകൊണ്ടാണോ? ഇതൊന്നും അല്ലെങ്കിൽ പിന്നെന്താണ് മാഷേ? എന്താണ്? ശാരി തൻ്റെ വായന മുറിയിലിരുന്ന് രാവിലെ നടന്ന കാര്യങ്ങൾ ഓരോന്നായി വിശകലനം ചെയ്തു നോക്കി. താൻ എന്തെങ്കിലും തെറ്റ് മാഷിനോട് കാണിച്ചോ? താൻ തൻ്റെ ഹൃദയമാണ് തുറന്നു കാട്ടിയത്. അല്ലാതെ ഒന്നും ഒളിച്ചു വയ്ക്കുവാൻ തനിക്കുണ്ടായിരുന്നില്ല. ബാബു എന്ന സാഹിത്യകാരനെ പരിചയപ്പെടുകയോ കണ്ടുമുട്ടുകയോ ചെയ്യുമെന്ന പ്രതീക്ഷയിലായിരുന്നു. പല ദിവസങ്ങളിലും ആ മനുഷ്യൻ്റെ നോവലുകൾ വായിച്ചു തീരുമ്പോൾ അതിൻ്റെ ആദ്യ പേജിൽ കൊടുത്തിരിക്കുന്ന വിലാസത്തിൽ ഒരു കത്തെഴുതി അയച്ചാലോ എന്ന് ആലോചിക്കുക മാത്രമല്ല, എഴുതി വയ്ക്കുകയും ചെയ്തു. കത്ത് പോസ്റ്റ് ചെയ്തില്ല. കാരണം അത് ഒരു അനാവശ്യമാണെന്ന് അദ്ദേഹത്തിന് തോന്നിയാലോ? അല്ലെങ്കിൽ നോവൽ വായിക്കുന്ന ധാരാളം പേരിൽ ഒരാൾ എഴുതിയ കത്താണെന്ന് കരുതിയാലോ? അതുകൊണ്ട് കത്ത് പോസ്റ്റ് ചെയ്യേണ്ടെന്ന് തീരുമാനിച്ചു. എന്നാൽ നോവലിൻ്റെ പിന്നിൽ ഉള്ള ഫോട്ടോയിൽ നോക്കിയിരിക്കാൻ രസം തോന്നിയിട്ടുണ്ട്. അല്ലാതെ ആ നോവലിസ്റ്റിൻ്റെ കണ്ടുമുട്ടുമെന്നൊരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല. നോവലുകൾ ഇഷ്ടപ്പെട്ടപ്പോൾ എല്ലാ നോവലുകളും വാങ്ങണമെന്ന് തോന്നി. അച്ഛനോട് അനുവാദം ചോദിച്ചു. വാങ്ങിയാൽ മാത്രം പോരാ, വായിക്കുകൂടി വേണമെന്ന് അച്ഛൻ പറഞ്ഞു. അതിനിടെയാണ് ഹോസ്റ്റലിലുള്ള ഒരു സുഹൃത്ത് ഫിലോമിന മാത്യൂസ് പറഞ്ഞത്, ഈ നോവലിസ്റ്റ് കൊടുവായൂർ സ്കൂളിലെ മാഷായി ജോലി നോക്കുന്നുണ്ട്. അതൊരു പുതിയ അറിവായിരുന്നു. ഒന്ന് കാണാനെങ്കിലും പറ്റുമോ ആവോ? ശാരി, കൊടുവായൂരിലെ കുട്ടികൾ ആ മാഷിന് ഒരു ഇടം പേരും കൊടുത്തിട്ടുണ്ട്, സുന്ദരൻ മാഷ്. എല്ലാ പേർക്കും ഇപ്പോൾ സുന്ദരൻ മാഷെന്ന് പറഞ്ഞാലേ അറിയൂ. അത്ര സുന്ദരനൊന്നും ആയിരിക്കില്ല. നീ അതിന് മാഷെ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. ഞാൻ പലപ്പോഴും ബസ് കയറാൻ നിൽക്കുമ്പോൾ സ്കൂളിലേക്ക് പോകുന്ന മാഷെ കണ്ടിട്ടുണ്ട്.
സുന്ദരൻ തന്നെ. സത്യത്തിൽ ആ മാഷിനെ കല്യാണം കഴിക്കുന്ന പെൺകുട്ടി ഭാഗ്യം ചെയ്തവളായിരിക്കും. പിന്നെ മാഷിൻ്റെ രൂപത്തെക്കുറിച്ച് എനിക്കറിയൂ. സ്വഭാവം എന്തെന്ന് ആർക്കറിയാം? കൊടുവായൂരിൽ തന്നെ എത്രയെത്ര സുന്ദരി പെൺകുട്ടികൾ പഠിക്കുന്നുണ്ട്. ടീച്ചർമാരും ഉണ്ട്, നല്ല സൗന്ദര്യമുള്ളവർ. ആ കളയുന്നേ, നമുക്ക് നമ്മുടെ കാര്യം നോക്കാം. നീ ആ ഇബ്സൻ്റെ ഡോൾസ് ഹൗസ് വായിച്ചു തീർന്നെങ്കിൽ എനിക്ക് തരണേ. എനിക്കൊന്ന് വായിക്കണം. നീ അറിഞ്ഞോ, ഞാൻ വില്യം ഷേക്സ്പിയറിൻ്റെ കംപ്ലീറ്റ് വർക്ക്സുള്ള ലണ്ടൻ പുസ്തകം വാങ്ങി. ഇരിക്കട്ടെ, ദാ ആ ടേബിളിൽ കിടപ്പുണ്ട്. ഞാൻ ഇബ്സൻ്റെ ആൻ എനിമി ഓഫ് ദ പീപ്പിൾ ആണ് വായിക്കുന്നത്. എനിക്ക് PG കഴിഞ്ഞാൽ ഇബ്സൻ്റെ കൃതികളെ മുൻനിർത്തി ഒരു PhD ചെയ്താലോ എന്ന് വിചാരമുണ്ട്. നമ്മുടെ ഉദയകുമാർ സാറിനെയാണ് എൻ്റെ ഗൈഡായി ഞാൻ കാണുന്നത്. ചോദിച്ചിട്ടില്ല, ചോദിച്ചു വച്ചിട്ട് അച്ഛനോട് പറയാം. അതെന്താ നിനക്ക് ഇബ്സനോട് അത്ര താല്പര്യം? അറിയില്ലേ, സോഫോക്ലിസ്, ഷേക്സ്പിയർ ഇവരോടൊപ്പമോ ഇവരെക്കാളുമോ വിശ്വനാടകവേദിയിൽ സാധാരണ പൗരൻ്റെ വികാര വിചാരങ്ങൾക്ക് പ്രാധാന്യം നൽകി നാടകരചന നിർവഹിച്ച ആളായിരുന്നു ഇബ്സൻ. അല്ലെന്നുണ്ടോ? അപ്പോൾ നിന്റെ നോവൽ വായന നിർത്തിവെച്ചോ? ഒരിക്കലുമില്ല. ആ മാഷിൻ്റെ നോവലുകളെല്ലാം ഒരു തുടർക്കഥ പോലെയാണ്. അതിനേക്കാൾ ഉപരി ആ നോവലുകളിൽ മനുഷ്യനുണ്ട്, മനുഷ്യത്വമുണ്ട്, സമഭാവനയുണ്ട്, സമത്വ ദർശനമുണ്ട്, മാർക്സിയൻ വീക്ഷണങ്ങളുണ്ട്, ഒരു ചെറുക്കാട് ശൈലി. എനിക്ക് ഇഷ്ടമാണെന്നല്ല, ഭയങ്കര ഇഷ്ടമാണ്. ഫിലോമിന. നോവലോ നോവലിസ്റ്റോ? ഫിലോമിന ചോദിച്ചു. അതിന് ഞാൻ ആ മനുഷ്യനെ കണ്ടിട്ട് പോലുമില്ലല്ലോ. നിന്റെ ഈ സ്നേഹം ദിവ്യത്വമുള്ളതാണെങ്കിൽ ആണെങ്കിൽ നീ ആ നോവലിസ്റ്റിനെ കണ്ടിരിക്കും. അതല്ല വെറുമൊരു ആവേശമാണെങ്കിൽ ഏത് ചതുരുപായത്തിലും ആ നോവലിസ്റ്റിനെ നീ കാണില്ല, പരിചയപ്പെടില്ല. നീ ആരാണ്? ആൾദൈവമോ? എന്താ അത്രയ്ക്ക് മോശമാണോ? എനിക്ക് ചില കാര്യങ്ങളൊക്കെ മുൻകൂട്ടി പ്രവചിക്കാനുള്ള കഴിവുണ്ട്. കഴിവ് കുന്തം, ഒന്ന് പോടി. ഞാനിതൊന്ന് വായിച്ചു തീർക്കട്ടെ. നീ ആവശ്യപ്പെട്ട ബുക്ക് ഇവിടെ ഉണ്ടേ? ഓ, ഞാനത് എടുത്തുകൊള്ളാം. ശാരി, നീ പറഞ്ഞതുപോലെ എനിക്ക് PhD പ്രോഗ്രാമിന് ആഗ്രഹമുണ്ട്. പക്ഷേ വീട്ടുകാർ കല്യാണമെന്ന് പറഞ്ഞ് ബഹളം വയ്ക്കുന്നു. എനിക്ക് ഹെമിംഗ്വേയെ ഇഷ്ടമാണ്. അദ്ദേഹത്തിൻ്റെ സാഹിത്യ ലോകത്തിൽ ഒന്ന് പരതിയാൽ കണിശമായി ഒരു PhD ഇങ്ങ് പോരും. പക്ഷേ വർഷം കൂടുന്തോറും പ്രായം വർദ്ധിക്കും. വിവാഹ കമ്പോളത്തിൽ വില ഇടിയും. അത് അമ്മയുടെ പറച്ചിൽ. നീ ആരെങ്കിലും നോട്ടമിട്ടിട്ടുണ്ടോ? നമ്മളാരെ നോട്ടമിടാൻ? ഏതെങ്കിലും ഒരു കോന്തനെ അച്ഛൻ കണ്ടുപിടിച്ച് തരും. ഞാൻ കഴുത്ത് നീട്ടി കൊടുക്കും, അത്ര തന്നെ. നിനക്കോടി, നിന്റെ കുടുംബം പാർട്ടി ഗ്രാമമല്ലേ. അതുകൊണ്ട് ആരെയായാലും കുടുംബത്തിൽ എതിർപ്പുണ്ടാവില്ലല്ലോ. പക്ഷേ എൻ്റെ സ്ഥിതി അതല്ലല്ലോ. ഇതൊക്കെ ഇക്കാലത്ത് ആര് നോക്കുന്നു? ജാതിയും മതവും മനുഷ്യനുണ്ടാക്കിയതല്ലേ ഫിലോമിനെ. പക്ഷെ സ്നേഹം, പ്രേമം എന്നൊക്കെ പറയുന്നത് മനുഷ്യ സൃഷ്ടിയല്ല, പ്രകൃതി സൃഷ്ടിയാണ്. എല്ലാ ചരാചരങ്ങളിലും ഈ സ്നേഹമുണ്ടെന്നാണ് നാം ആദ്യം മനസ്സിലാക്കേണ്ടത്. ആ സ്നേഹത്തിൽ അച്ഛനമ്മമാരും സഹോദരി സഹോദരന്മാരും ഭാര്യ ഭർത്താക്കന്മാരും പല രൂപത്തിലും ഭാവത്തിലും നിറഞ്ഞു നിൽക്കുന്നവരാണ് ഫിലോ. അത് എല്ലാവർക്കും എല്ലാ പേരോടും തോന്നണമെന്നില്ല. പ്ലാറ്റോണിക് ലവ്, ഡിവൈൻ ലവ് എന്നൊക്കെ പറയുന്നത് അതിനെ ആവണമെന്നാണ് ഞാൻ കരുതുന്നു. ഈ സ്നേഹം ചരാചരങ്ങളോട് മാത്രമല്ല, പ്രസ്ഥാനങ്ങളോടും തോന്നാം. എൻ്റെ അച്ഛൻ അത്തരത്തിലൊരാളാണ്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തോടാണ് അച്ഛന് ഞങ്ങളോട് ഉള്ളതിനേക്കാൾ കൂറും സ്നേഹവും. എൻ്റെ അച്ഛൻ ഇക്കൂട്ടത്തിൽപ്പെടുന്ന ആളല്ല ശാരി. പള്ളിയുടെ വിശ്വാസിക്ക് തികച്ചും വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളാണുള്ളത്. EM ശങ്കരൻ നമ്പൂതിരിപ്പാട് പോലും കാണിക്കുന്നത് തെറ്റായിപ്പോയെന്നാണ് അച്ഛൻ്റെ പക്ഷം. കൊള്ളാം കൊള്ളാം, നീ അങ്ങനെ വിശ്വസിക്കുന്നോ? കഷ്ടം. എടി മണ്ടിപ്പെണ്ണേ, EM ഭട്ടതിരിപ്പാടും മറ്റും ഇല്ലായിരുന്നെങ്കിൽ നിനക്ക് ഈ വിക്ടോറിയ കോളേജിൽ എല്ലാ പേർക്കും ഒപ്പം ഇരുന്ന് പഠിക്കാൻ സാധിക്കുമായിരുന്നോ? നമ്മുടെ ഫാസ്റ്റ് മറക്കരുതല്ലോ. വന്ന വഴിയെ മറന്നു പോകരുതെന്ന്. തൊട്ടുകൂടായ്മയും തീറ്റിക്കൂടായ്മയും ഉണ്ടായിരുന്ന നാടായിരുന്നത്. ശരീരം മുഴുവനും മറച്ചു നടക്കാൻ പോലും പാടില്ലെന്ന നിയമം നിലനിന്നിരുന്ന നാട്. ഇതെങ്ങനെ മാറി? അല്ല, മാറ്റി. ചങ്കൂറ്റവും നെഞ്ചുറപ്പുമുള്ള EMSനെയും AK ഗോപാലിനെയും പോലുള്ള ആൾക്കാരുടെ സമരവും വിപ്ലവ പോരാട്ടങ്ങളുമാണ് അസമത്വങ്ങളൊക്കെ മാറ്റിമറിച്ചതെന്ന് നമ്മൾ ഓർക്കണം. ഓ, നിന്റെ ഒരു പ്രസംഗം. എന്തായാലും നീയും എന്നെപ്പോലെ ഒരു സ്ത്രീയാണല്ലോ. പ്രസംഗിച്ച് നാട് നന്നാക്കാൻ നിന്നെക്കൊണ്ടാകുമോ? സ്ത്രീകൾക്ക് പ്രസവിക്കാൻ മാത്രമല്ല ഫിലോ, പ്രസംഗിക്കാനും പ്രവർത്തിക്കാനും കഴിയണം. എൻ്റെ ആഗ്രഹം നടക്കുമെങ്കിൽ ഞാനും എൻ്റെ പേനയിലെ മഷി ഉണങ്ങുന്നതുവരെ അസമത്വങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടി എഴുതും, പ്രസംഗിക്കും. നോക്കിക്കോ, തെറ്റിനെ ശരിക്കാട്ടി നമുക്ക് എതിർക്കണം. നാം വീടടച്ച് ഇരുട്ടിൽ കഴിയേണ്ടവരല്ല ഫിലോമിന. അക്കാമ്മ ചെറിയാനെ പോലെ, ഗൗരി അമ്മയെപ്പോലെ, സുശീല ഗോപാലിനെ പോലെ പ്രതിഷേധിക്കാനും പ്രതിരോധിക്കാനും ശീലിക്കണം. നീ വാ, നമുക്ക് റൂമിലേക്ക് പോകാം. ശാരിക്കൊരു ഫോണുണ്ട്. സിസ്റ്റർ ആണെന്ന് തോന്നുന്നു. കൂട്ടുകാരികൾ ആരോ വിളിച്ചു പറഞ്ഞു. അവൾക്ക് ഗൗരിക്കിതൊരു പതിവാണ്. ദിവസം 2-3 തവണയെങ്കിലും വിളിക്കും. തന്നെ കാണാൻ കഴിഞ്ഞില്ലെങ്കിലും ശബ്ദമെങ്കിലും കേൾക്കണമല്ലോ. ഫോൺ ചെന്നെടുത്തു. ഹലോ, എന്തടി സമയത്തൊരു വിളി? ഞാൻ വന്ന് കയറിയതേയുള്ളൂ കോളേജിൽ നിന്ന്. എന്ത് വിശേഷം? വിശേഷമുണ്ട്. നമ്മുടെ ബാബു മാഷില്ലേ, ആശുപത്രിയിലാണ്.
സ്കൂളിൽ നിന്ന് മാഷന്മാരെല്ലാവരും കൂടിയാണ് ആശുപത്രിയിൽ കൊണ്ടുപോയത്. ഏത് ആശുപത്രിയിലാണെന്ന് അറിഞ്ഞുകൂടാ. അച്ഛൻ സ്കൂളിലോട്ട് പോയിട്ടുണ്ട്. അവൾ ഫോൺ വെച്ച് കളഞ്ഞല്ലോ. എന്താണ് അസുഖമെന്ന് ഒന്നറിഞ്ഞിരുന്നെങ്കിൽ. ഈശ്വര, ഒന്നും വരുത്തല്ലേ. ഇന്നലെ എത്ര സന്തോഷമായിട്ടാണ് പിരിഞ്ഞത്. എത്ര നിർബന്ധിച്ചിട്ടും അവിടെ കിടക്കാതെ ബസ് കയറി പോയി കളഞ്ഞില്ലേ. അല്ലേ, തനിക്കിത്ര പരിഭവം എന്തിനാണ്? തൻ്റെ ആരാണ് മാഷ്? ആരുമല്ലല്ലോ. അല്ലേ, ആരുമല്ലേ. ഒരു ദിവസമേ കണ്ടിട്ടുള്ളൂ എങ്കിലും, ഒരു നിമിഷമേ സംസാരിച്ചിട്ടുള്ളൂ എങ്കിലും. വർഷങ്ങളുടെ ആഴമുള്ളതുപോലെ ഹൃദയത്തിൽ മനസ്സിൽ വേദന അരിച്ചരിച്ച് കയറുന്നു. വിവരങ്ങൾ അറിയുവാൻ എന്താണൊരു മാർഗം? അച്ഛൻ സ്കൂളിലേക്ക് പോയിരിക്കുന്നു എന്നല്ലേ ഗൗരി പറഞ്ഞത്. അച്ഛൻ വന്നു കാണുമോ? അറിയാൻ എന്താണൊരു വഴി? ഫോണിനടുത്ത് നിന്ന് മാറാതെ നിന്നു. ഗൗരിയോ അച്ഛനെ വിളിക്കും, വിളിക്കാതിരിക്കൂല. ഊഹം തെറ്റിയില്ല, വിളിച്ചത് അമ്മയാണ്. ഗൗരിയും അവളുടെ അച്ഛനും കൂടി പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് പോയി. കൊടുവായൂരുള്ള തോമസ് ഡോക്ടറെ കാണിച്ചു. എത്രയും വേഗം പാലക്കാട്ട് എത്തുവാൻ പറഞ്ഞു. നിന്റെ അച്ഛനും അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. ഗൗരിക്ക് ഒരേ നിർബന്ധം, മാഷെ അവൾക്കൊന്ന് കാണണമെന്ന്. പിന്നെ അവളെ കൂടെ കൊണ്ടുപോയി. അപ്പോൾ എനിക്കൊന്ന് കാണണ്ടേ അമ്മേ? ഞാനിവിടെ ഹോസ്പിറ്റലിൽ പോവുകയാണ്. നോക്കട്ടെ. വാർഡിനോട് കാര്യം പറഞ്ഞ് ഒരു ഓട്ടോയിൽ ജില്ലാ ആശുപത്രിയിലേക്ക് തിരിച്ചു. കാർഡിയോളജി വിഭാഗത്തിലെ ICU യൂണിറ്റിലാണ്. കാണാൻ പറ്റുകയില്ല. അച്ഛനും കൂടെ വന്ന മാഷന്മാരും ഗൗരിയും എല്ലാം പുറത്ത് കാത്തു നിൽക്കുന്നു. സാരമില്ല, ഒരു മൈനർ അറ്റാക്കാണ്. ബോധം കെട്ടുപോയെങ്കിലും കാറിൽ വെച്ച് തന്നെ ബോധം വന്നു. ഡോക്ടർ കൃഷ്ണകുമാറാണ് അറ്റൻഡ് ചെയ്തത്. ഈ ഹോസ്പിറ്റലിലെ ഏറ്റവും മിടുക്കനായ കാർഡിയോളജി ഡോക്ടർ. ബ്ലഡ് ടെസ്റ്റ് റിസൾട്ട് വന്നിട്ടില്ല. മാഷിനിപ്പോൾ ഒരു ക്ഷീണവും തോന്നുന്നില്ലെന്ന് സിസ്റ്റർമാരോട് പറഞ്ഞു. വീട്ടിലൊന്നും അറിയിക്കേണ്ടതാണ് മാഷ് പറഞ്ഞത്. വയസ്സ് ചെന്ന അച്ഛനമ്മമാർ ഭയന്നു പോയേക്കാം. ഇത്രയും അറിഞ്ഞപ്പോൾ തന്നെ സമാധാനമായി. മാഷന്മാർ പോയിക്കോ, ഇവിടെ ഞാനുണ്ടല്ലോ. നമ്മുടെ സ്കൂളിൽ വെച്ച് ഇങ്ങനെയൊരു അപകടം തന്നെ ആദ്യമായി. ഞാൻ നോക്കിക്കൊള്ളാം. നേരത്തെ ഈ സ്കൂളിൽ പോയി ബാക്കിയുള്ളവരോട് കാര്യങ്ങൾ പറയണ്ട. എന്ത് ചിലവ് വന്നാലും ഞാനിവിടെ ഉണ്ടല്ലോ. നിങ്ങളാരും ബുദ്ധിമുട്ടേണ്ട. ഒരു പരിക്കുമില്ലാതെ ഞാൻ നിങ്ങളുടെ മാഷെ തിരിച്ചേൽപ്പിച്ചു കൊള്ളാം. പോരെ? മനസ്സില്ല മനസ്സോടെയാണെങ്കിലും മാഷന്മാർ പോയി. അവർ വന്ന കാറിൻ്റെ വാടകയും അച്ഛൻ കൊടുത്തു. എല്ലാം കൂടി ഞാൻ മാഷ് അസുഖം ഭേദമായി വന്നിട്ട് മേടിച്ചു കൊള്ളാം. മാഷന്മാർ വല്ലാതെ വിഷമിക്കേണ്ട. നിങ്ങളാരും അപകടം മുൻകൂട്ടി കണ്ട് ഈ സ്കൂളിൽ വന്നവരല്ലോ. ഞാൻ എല്ലാ വിവരങ്ങളും അറിഞ്ഞാണ് വന്നത്. അതുകൊണ്ട് കാശൊക്കെ ഞാൻ ചിലവാക്കിക്കൊള്ളാം. സമാധാനമായി പോയി വരൂ. ICU യൂണിറ്റിൽ നിന്ന് ഡോക്ടർ കൃഷ്ണകുമാർ പുറത്തേക്കിറങ്ങി. ഹലോ, മിസ്റ്റർ MS ഇവിടെ? ഡോക്ടർ ചിരിച്ചുകൊണ്ട് അച്ഛനോട് ചോദിച്ചു. ഇപ്പോൾ അഡ്മിറ്റ് ചെയ്ത പേഷ്യൻ്റ് എൻ്റെ സ്കൂളിലെ മാഷാണ്. നോവലിസ്റ്റ് മിസ്റ്റർ ബാബു. മാഷന്മാർ വിവരങ്ങളൊക്കെ പറഞ്ഞു. MS-ൻ്റെ സ്കൂളാണോ? അല്ലല്ല, ഞാനവിടുത്തെ PTA പ്രസിഡൻ്റാണ്. ഓ, അങ്ങനെ. ഇവരൊക്കെ ഡോട്ടേഴ്സാണോ? അതെ. ഇവർ ഗൗരി, മാഷിൻ്റെ ക്ലാസ്സിലാണ്. ഇത് ശാരി, അവളിവിടെ വിക്ടോറിയ കോളേജിൽ PGക്കാണ്. മാഷ് ഞങ്ങളുടെ കുടുംബസുഹൃത്തു കൂടിയാണ്. അതാണ് ഞങ്ങൾ എല്ലാ പേരും കൂടി വന്നത്. ഞാനൊന്ന് വിളിക്കാൻ കരുതിയിരിക്കുകയായിരുന്നു. MS ഹോസ്പിറ്റൽ ഡെവലപ്മെൻറ്റ് കമ്മിറ്റി ഒന്ന് വിളിച്ചു കൂട്ടണം. ഞങ്ങൾക്കിവിടെ ഒത്തിരി പ്രോബ്ലംസ് ഉണ്ട്. അതൊക്കെ ഒന്ന് സോൾവ് ചെയ്യണം. വിളിക്കാം. എൻ്റെ പേഷ്യൻറ്റ് ഹീസ് ഓൾ റൈറ്റ്. ഒരു മൈനർ അറ്റാക്ക്. പുള്ളി ഭയന്നു പോയെന്ന് മാത്രം. പുള്ളി ടെസ്റ്റ് എടുക്കണം. മറ്റ് തകരാറൊന്നുമില്ല. എന്തായാലും അറ്റാക്ക് വരാനുള്ള ടെൻഡൻസി കൂടുതലുള്ള ബോഡിയാണെന്ന് തോന്നുന്നു. ഞാൻ ദാ എത്തി. ബാബു മാഷി ഇപ്പോൾ പുറത്തേക്ക് വരും. ഒന്ന് നടത്തിച്ചു കൂടി നോക്കാനുണ്ട്. ഒന്ന് സൂക്ഷിക്കാൻ പറയണം. അധികം ഉറക്കമിളക്കരുത്. ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയതിൽ അതുമാത്രമേ ഒരു ദോഷമായി കണ്ടുള്ളൂ. മദ്യം, പുകവലി, മാംസാഹാരം ഇവയൊന്നും കഴിക്കാത്ത ഒരു പുരുഷന് അറ്റാക്ക് വന്നുകൂടുന്നല്ല. എന്നാലും സാധ്യത കുറവാണ്. തിരുവനന്തപുരത്തുകാരനാണല്ലേ? അതെ അതെ. ഞാനും ചില നോവലുകളൊക്കെ വായിച്ചിട്ടുണ്ടെന്നാണ് ഓർമ്മ. വീട്ടിൽ വൈഫിന് നല്ല റീഡിങ് ഹാബിറ്റുള്ള കൂട്ടത്തിലാണ്. വിക്ടോറിയയിൽ PGക്ക് സബ്ജക്റ്റ് എന്താണ്? ലിറ്ററേച്ചറാണ്. ഓ, എൻ്റെ വൈഫ് കെമിസ്ട്രിയിലാണ്. അസോസിയേറ്റ് പ്രൊഫസർ തങ്കമണി. ഞാൻ അറിയും. അപ്പോൾ നന്നായി. MS, ഞാൻ പറഞ്ഞത് ഒന്ന് ഓർമ്മിക്കണേ. ഇല്ല, മറക്കൂല. എല്ലാ പേർക്കും സൗകര്യമുള്ള ഒരു ദിവസം നമുക്ക് ഇരുന്ന് കളയാം. ശരി, അതാ പേഷ്യൻ്റ് വരുന്നു. ഞാൻ ആ ടെക്നീഷ്യൻ്റെ അടുത്തേക്ക് ചെല്ലട്ടെ. വരുന്നോ? കണ്ടു നിൽക്കാം. മാഷ് എല്ലാ പേരെയും കൈകൂപ്പി മുന്നോട്ട് നടന്നു. കൂടെ ശാരിയും കൂട്ടരും ചെന്നു. ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കണം, മാഷ് അച്ഛനോടായി തിരിഞ്ഞു പറഞ്ഞു. ഒരു ബുദ്ധിമുട്ടുമില്ല. മാഷ് ആ ട്രേഡിലോട്ട് ഒന്ന് കയറി നിന്നട്ടെ. ഡോക്ടർ പറയുന്നതിനനുസരിച്ച് മുന്നോട്ട് നടക്കണം. സ്പീഡ് ഡോക്ടർ അഡ്ജസ്റ്റ് ചെയ്തോളൂ. മെഷീനിൽ കയറി നിന്ന് നടന്നു തുടങ്ങി. ഡോക്ടർ വാച്ചിൽ നോക്കി. സ്പീഡ് കുറേശ്ശെ കൂട്ടിയപ്പോൾ നടത്തേക്കും വേഗത കൂടി. 12 മിനിറ്റ് കഴിഞ്ഞപ്പോൾ മാഷ് വിയർത്തു കുളിച്ചു. നെറ്റിയിൽ നിന്ന് വിയർപ്പ് കവിളിലൂടെയും കൺപോളകൾക്ക് മുകളിലൂടെയുമൊക്കെ ഒഴുകിയിറങ്ങിയപ്പോൾ ഡോക്ടർ മെഷീൻ ഓഫാക്കി. വിയർപ്പ് തുടച്ചു കളയൂ, ഡോക്ടർ പറഞ്ഞു. ശാരി തൻ്റെ കയ്യിലിരുന്ന ലേസെടുത്ത് മാഷിന് കൊടുത്തു. മാഷ് അത് വാങ്ങി മുഖം തുടച്ചു. ധരിച്ചിരുന്ന ഷർട്ട് വിയർപ്പിൽ കുതിർന്ന് ദേഹത്തോട് ഒട്ടിക്കിടന്നു. ഒന്ന് തുടയ്ക്കാമെന്ന് വെച്ചാൽ ഒന്നുമില്ല. ശാരിയുടെ ലേസ് മുഖം തുടച്ചപ്പോൾ തന്നെ നനഞ്ഞു കുതിർന്നു. മാഷെ, താങ്കളിപ്പോൾ പരിപൂർണ്ണ ആരോഗ്യവാനാണ്. എന്നാലും ആഹാരത്തിലും മറ്റും ചില നിയന്ത്രണങ്ങൾ നല്ലതാണ്. ഏറിയാൽ ഒരു 11 മണി, അതിൽ കൂടുതൽ ഉറക്കമിളക്കരുത്.
ഒരാളെൻ്റെ റൂമിൽ വന്നാൽ ഞാൻ പ്രിസ്ക്രിപ്ഷൻ എടുത്ത് തരാം. അതുവരെ മാഷിത ഫാനിൻ്റെ കീഴിലിരുന്ന് വിയർപ്പാറ്റുക. MS വരണം. ഈ കുട്ടികൾ മാഷോടൊപ്പം ഇരുന്നോട്ടെ. ഞങ്ങളുടെ വരാമച്ചാ, ഗൗരി പറഞ്ഞു. വേണ്ട, മാഷിവിടെ തനിച്ചാവില്ലേ? വേണ്ട, ഗൗരി കൂടി പോയിക്കോ, ഞാനിവിടെ നിന്നോളാം. ശരി, അത് തന്നെയോ നല്ലത്. അവർ പ്രിസ്ക്രിപ്ഷൻ വാങ്ങാൻ പോയി. ശാരി മാഷിൻ്റെ മുഖത്തേക്ക് നോക്കി. ക്ഷീണിച്ച് വിളറി, മുഖം ചെമ്പരത്തി പോലെ ചുമന്നു പോയിരിക്കുന്നു. മാഷിൻ്റെ കയ്യിൽ നിന്നും ലേസ് ഒന്ന് പിഴിഞ്ഞു കുടഞ്ഞ് ഫാനിൻ്റെ കാറ്റുകൊള്ളാൻ ചുമലിൽ വിടർത്തിയിട്ടു. അറിയാതെയാണെങ്കിലും നെറ്റിയിലേക്ക് ഊർന്നു കിടക്കുന്ന തലമുടി വകന്നു മാറ്റിയിട്ട് നെറ്റിയിൽ പുറം കൈവച്ച് നോക്കി. പനിയുണ്ടോ? ഇല്ല, പനിയൊന്നുമില്ല. നെഞ്ചുവേദനയോ മറ്റോ തോന്നുന്നുണ്ടോ? ഇല്ല ശാരി, ഇപ്പോൾ എനിക്കൊന്നും തോന്നുന്നില്ല. ക്ലാസ്സിൽ വെച്ച് ഞാൻ തുള്ളിപ്പോയി. കാലിൻ്റെ പെരുവിരലിൽ നിന്നൊരു തരിപ്പ്. അത് കാലിനുള്ളിൽ നിന്ന് നിമിഷങ്ങൾ കൊണ്ട് നെഞ്ചിൻ്റെ ഈ ഭാഗത്തെത്തി. അത്രയോ ഓർമ്മയുള്ളൂ. വീണുപോയെന്നാണ് പറഞ്ഞു കേട്ടത്. എൻ്റെ കുട്ടികളൊക്കെ ഭയന്ന് കാണണം. തോമസ് ഡോക്ടർ ഒരു ഇഞ്ചക്ഷൻ തന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ബോധം വന്നു എന്ന് മാഷുമാർ പറഞ്ഞു. പിന്നെ എനിക്ക് ഒരു വേദനയുമില്ല, വെറുമൊരു ക്ഷീണം മാത്രം. ഡോക്ടർ പറഞ്ഞതാണ് ശരി, ഒരു മൈനർ അറ്റാക്ക്. ഒന്ന് ഭയപ്പെടുത്തി കൊള്ളാം. ഇനി സൂക്ഷിച്ചു കൊള്ളാം. ഇവിടെയൊക്കെ ചിലവാക്കിയ കാശ് മാഷുമാരെ ഏൽപ്പിക്കണം. എന്നിട്ട് 2 ആഴ്ച ലീവ് എടുത്ത് നാട്ടിലേക്ക് പോകാനാണ് പ്ലാൻ. ഇല്ല, ഞാൻ എങ്ങോട്ടും അയക്കുന്നില്ല. ലോഡ്ജ് മുറിയിൽ നിന്നും സാധനങ്ങൾ പെറുക്കി കൊണ്ടുവരാൻ അച്ഛൻ ആളെ അയക്കും. ഇവിടെ നിന്നും നേരെ എൻ്റെ വീട്ടിലേക്ക്. തനിച്ച് താമസം ഇനി വേണ്ട. ഹോസ്റ്റലിൽ നിന്നും ഞാൻ ഇവിടെ നിന്നും പോയി വന്നോളാം, അത് മതി. ഞാൻ ഭയന്നു പോയി. എന്തിനു ഭയന്നു എന്ന് ചോദിക്കരുത്. എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ഒന്ന് കണ്ടുപോലും മതിയായില്ല. ഒന്ന്. ശാരി തേങ്ങി കരഞ്ഞു പോയി. തുടരും.